പറയുന്ന ഏതെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ അത്തരമൊരു നിലപാട് ഹൈക്കോടതി എടുത്തപ്പോൾ തന്നെ അതിൽ ഗവൺമെൻറ് ആവശ്യമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവർ നിയമത്തിൻ്റെ കരങ്ങളിൽ എത്തിപ്പെടണം. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ആളുണ്ടല്ലോ ഒരു പോറ്റി, ആ പോറ്റി ഒരു ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണല്ലോ. ആ വെളിപ്പെടുത്തൽ അവിടുത്തെ ചില കാര്യങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു. ആ വെളിപ്പെടുത്തലിൻ്റെ തുടർച്ചയായിട്ടാണ് ദേവസ്വം വിജിലൻസ് ആ കാര്യത്തിൽ അന്വേഷിക്കാൻ പുറപ്പെടുന്നത്. ആ അന്വേഷണം എത്തിച്ചേർന്നത് എവിടെയാ? അവിടെ ഉള്ള ഒരു പീഠം, എന്താ പേര്, പീഠത്തിന് എന്തോ ഒരു പ്രത്യേക പേരുണ്ട്. ആ പീഠം അവിടുന്ന് മാറ്റിയിരിക്കുന്നു. അത് ഈ പറയുന്ന പോറ്റിയുടെ ഒരു ബന്ധുഗൃഹത്തിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഏതോ ഒരു വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു കാര്യമായിരുന്നു അത്. അമ്പലം വിഴുങ്ങികളും അവർക്ക് കൂട്ടായി വെട്ടുമേനി നടത്തിയവരുമായ ദേവസ്വം ഉദ്യോഗസ്ഥർ കുടുങ്ങുകയാണ്. ഊറ്റിയ പോറ്റിയും പോറ്റിക്കായി പൂട്ടുതുറന്നവരും എല്ലാം ഒന്നൊന്നായി വീഴുന്നു. അയ്യൻ്റെ മുതല് കട്ടവരും കൂട്ടുനിന്നവരും ഒക്കെ പിടിയിൽ വീണത് ദേവസ്വം വിജിലൻസ് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ്. ദേവസ്വം ബോർഡ് കോടതിയിൽ ആവശ്യപ്പെട്ട പ്രകാരം സമഗ്ര അന്വേഷണവും ഇതാ തുടങ്ങിക്കഴിഞ്ഞു. പിന്നിലേക്ക് പോയാൽ ആഗോള അയ്യപ്പ സംഗമം. ആ സംഗമത്തിന് തൊട്ടു മുമ്പ് വെട്ടുമേനി നടത്തിയവനും അയാളെ പിന്തുണച്ച് നിയമസഭയിലെത്തിയവരുടെയും ഗൂഢാലോചനയെന്ന് സംശയിക്കാവുന്ന ഘടകങ്ങളാണ്. ഇതെല്ലാം ചെയ്തു വെച്ച പോറ്റി തന്നെ ആർക്കു വേണ്ടിയാണ് വ്യാജ ആരോപണവുമായി രംഗത്തെത്തിയത്? അതിനെ മുൻപിൻ നോക്കാതെ സുവർണാവസരമാക്കിയത് ആരാണ്? അതിനെ ജനങ്ങളുടെ മധ്യത്തിൽ അലക്കാൻ അരമുറുക്കി ആവനാഴി മിനുക്കി ചാനലിൻ്റെ രാഷ്ട്രീയ ജനിതകമെന്ത്? എല്ലാം തെളിയും. മനപ്പായസവുമായി കേക്ക് മുറിച്ചവരുടെ ബോംബ് ഇതായിരുന്നു. എന്നാ കേട്ടോ, അത് 8 നിലയിൽ ചീറ്റിയിരിക്കുന്നു. കട്ടവനും കട്ടവന് കൂട്ടുനിന്നവനും അവനെ ഉപയോഗിച്ച് തിരക്കഥ മെനഞ്ഞവർ ഉണ്ടെങ്കിൽ അവരും ഇതാ പൊതുജന സമക്ഷം നഗ്നരാകുന്ന കാലം അടുത്തു തന്നെയാണ്. 6 ആഴ്ച വെയിറ്റ് ചെയ്താൽ മതിയാകും. അയ്യയ്യോ അടപ്പാപികളെ എന്ന് നിങ്ങളെ നോക്കി മൂക്കത്ത് വിരൽ വെച്ച് ജനങ്ങൾ പറയുന്ന കാലം വിദൂരമല്ല. അയ്യനോട് പാപം ചെയ്തവരെ അഴിക്കുള്ളിലാക്കാൻ മെനക്കെട്ട ദേവസ്വത്തിനും സർക്കാരിനും കോടതിക്കും അഭിനന്ദനങ്ങൾ പറയുക ഈ ഘട്ടത്തിൽ അനിവാര്യവുമാണ്. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. എം പ്രകാശൻ മാസ്റ്റർ, CPIM നേതാവ്. വസന്ത് സിറിയക്, കോൺഗ്രസ് പ്രതിനിധി. ശങ്കർ സുബ്രഹ്മണ്യം, സ്വർണ്ണാഭരണ നിർമ്മാണ ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി. ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ എ സജീവൻ. ആദ്യം ശ്രീ എ സജീവനിലേക്ക്. ശ്രീ എ സജീവൻ, ഇതിൻ്റെ പിന്നിലുള്ള കഥകൾ, രൂപപ്പെട്ട തിരക്കഥയുടെ എല്ലാവിധത്തിലുമുള്ള നിഗൂഢതകൾ ഒക്കെ കുറച്ചു കാലം കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് വലിയ വിഭവമായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. കോടതിയുടെ റിപ്പോർട്ടിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരു വിധത്തിലുമുള്ള ഒരു സൂചനയുടെ അല്ലെങ്കിൽ 1000-ലൊരു അംശത്തിൻ്റെ ഒരു വിധത്തിലുമുള്ള കുറ്റപ്പെടുത്തലുമില്ല. മറിച്ച് കൃത്യവും സ്പഷ്ടവുമായി കട്ടവരെയും കൂട്ടുനിന്നവരെയും പോറ്റിയെയും പോറ്റിയവരെയും ഒക്കെ വെളിവായി തെളിവായി തുടങ്ങുകയാണ്. എങ്ങനെയാണ് ഇന്നത്തെ കോടതിയുടെ ഉത്തരവടക്കം താങ്കൾ ഈ വിഷയത്തെ മുൻകാല പ്രാബല്യത്തിൽ പരിശോധിച്ചാൽ? ആദ്യം തീർച്ചയായും ഇത് മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ പറയേണ്ട കാര്യമാണ്. ഞാൻ പലവണ ചർച്ചകളിൽ പറഞ്ഞ കാര്യമാണെങ്കിലും ഈ സംഭവത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന വളരെ പെട്ടെന്ന് വ്യക്തമാവുന്ന രീതിയിലാണ് ഇതിന്റെ ഈ തിരക്കഥയുടെ തുടക്കം തന്നെ ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഈ പറയുന്ന പോറ്റിയാണല്ലോ. അദ്ദേഹത്തിന്റെ ആരോപണം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണം, എങ്ങനെ അവിടെ നിന്നൊക്കെ ഈ പീഠം പോയിട്ടുണ്ട്, അത് പക്ഷെ എനിക്ക് പരാതിയില്ല എന്നുള്ളതായിരുന്നു. ആ രീതിയിൽ അദ്ദേഹം പറയുമ്പോൾ ഒരു ആരോപണം ഉന്നയിക്കാൻ, അപ്പോൾ അവിടെ മറ്റാരൊക്കെ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ഒരു ആരോപണം താങ്കൾ പറഞ്ഞ പോലെ
ശബരിമലയിലെ ഭക്തന്മാരുടെ സംഗമം സംഘടിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് വലിയ ചർച്ചയായിട്ട് ആളുകൾ കൊണ്ടുവരുന്നു. അതേ സമയത്ത് ചർച്ചകളിൽ പങ്കെടുത്തവരെല്ലാവരും പോറ്റിയെ ഈ വളരെ കൃത്യം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു മഹാനായ സാത്വികനായ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് പ്രകീർത്തിക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ഇതിലെ ഒരു വലിയ താങ്കൾ അത് ഗൂഢാലോചന പല ഘട്ടങ്ങളിലും സൂചനയായി പറഞ്ഞതും എനിക്ക് ഞാൻ സൂചന പറഞ്ഞ കാര്യം ചർച്ചകൾ വളരെ കൃത്യമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെരുമാറ്റവും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇതിപ്പാണല്ലോ വന്നിട്ടുള്ളത്. അദ്ദേഹം നേരിട്ട് നമ്മളിപ്പോ പറഞ്ഞു 39 ദിവസം ഒരു സാധനം ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട സമയം എന്ന് പറയുന്നത് പരമാവധി എത്ര സാവധാനത്തിൽ പോലെ 24 മണിക്കൂർ മതി. ഒരു 10-12 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരമേ ഉള്ളൂ. അതിനാണ് 39 ദിവസം എടുത്തത്. അതിന്റെ അർത്ഥം ഇവിടെ നിന്ന് കൊണ്ടുപോയതിന് പകരമായിട്ട് തകിട് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് പിന്നീട് അവിടെ തന്നെ ഈ പറയുന്ന ഈ പ്ലേറ്റിംഗ് നടത്തിയിട്ടുള്ള സ്ഥാപനം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെമ്പിൽ മാത്രം പുതിയ ചെമ്പിൽ മാത്രം ആണ് പ്ലേറ്റിംഗ് നടത്തി കൊടുക്കാറുള്ളത് എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും. അത് തനിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിലൊക്കെ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടുണ്ട്. അത് വളരെ കൃത്യമാവുകയും ചെയ്തു. ഉദ്യോഗസ്ഥൻ തന്നെ ചെമ്പ് തകിട് എന്ന് എഴുതിയിട്ടുള്ളതിന്റെ കൃത്യമായിട്ട് ഇത് വരുന്നു. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് പിന്നീട് മുകളിലുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, തിരുവാഭരണ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ പരിശോധിച്ചിട്ടാണ് ബോർഡിന് മുമ്പാകെ ഇത് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടൊരു റാറ്റിഫിക്കേഷനാണ് വരിക. ബോർഡ് ഇതെല്ലാം പരിശോധിച്ചിട്ടല്ലല്ലോ ഈ ചെമ്പാണോ ഇതാണെന്ന് പരിശോധിച്ച് രേഖയിൽ എന്താണ് കൃത്യമായി പരിശോധിക്കില്ല. അതിനാണല്ലോ ഉദ്യോഗസ്ഥന്മാർ വെച്ചിട്ടുള്ളത്. അപ്പൊ ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായ ഒത്താശയോടുകൂടി നടന്നൊരു വലിയ തട്ടിപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കോടതിക്ക് അത് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. അപ്പം ഇതിനിടയിലുണ്ടായ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഞാൻ അപ്പോഴും അത് പലപ്പോഴും പറയും. അത് സാധാരണ ഇതിൽ രാഷ്ട്രീയക്കാർക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ആരോപണങ്ങൾ ഉണ്ടായിരിക്കും നേരെ ഇതുമായി. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട കാര്യം അത് മുഖ്യമന്ത്രി ഉത്തരം പറയണം. ഏത് ധനികന്റെ വീട്ടിലേക്കാണ് ഇത് കൊണ്ടുപോയത് എന്നൊക്കെ രീതിയിൽ ചില നേതാക്കന്മാർ, ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അപ്പോ സ്വാഭാവികം അത്തരത്തിലൊക്കെ ഇത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാൻ കോടതിയുടെ കൃത്യമായ നിരീക്ഷണം കോടതി വിജിലൻസിനോട് ആവശ്യപ്പെട്ട കാര്യമാണ്. അതനുസരിച്ച് കോടതി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. അതിനു മുമ്പേ തന്നെ ഇത്തരത്തിൽ പറഞ്ഞു കൊണ്ടുപോയതൊക്കെ ഇന്ന രീതിയിലാണ് കൊടുത്തത്, ഇത്ര വലിയ തുകയ്ക്കാണ് വിറ്റത് എന്നൊക്കെ പറയുമെന്ന് ഇത് അറിയുന്ന ആളുകൾ ആ വിറ്റത് ആർക്കാണെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ പോരെ. അതിന് പകരം ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രതിയെ കണ്ടുപിടിക്കുക, ആരാണ് ഇതിലെ ഈ ആരോപണത്തിന് തുടക്കമിട്ട ആള് മുതൽ അതിന്റെ പിന്നിൽ നടന്ന കാര്യം. 39 ദിവസം എന്തിനാണ് ഇത് സ്വർണ്ണപ്പാളി പൂശാൻ കൊടുക്കാൻ? ഇത് ഇത്രയും തകിട് എന്താണ് ഇത് പ്ലേറ്റിംഗ് നടത്താൻ വേണ്ടി 39 ദിവസം എടുത്തു എന്ന് പറഞ്ഞാൽ അതിന് സാങ്കേതികമാണെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഇത് ശബരിമലയിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിക്കാൻ ലോകം മുഴുവൻ ചുറ്റിയിട്ട്, പണ്ട് ഗണപതി ചുറ്റിയതുപോലെയാണ് ലോകം മുഴുവൻ ചുറ്റി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അത് ആ ചുറ്റലിന്റെ ആവശ്യമില്ലല്ലോ. അവിടെ തന്നെ എന്തെല്ലാമോ ചുറ്റിയവർ ചുറ്റുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായിട്ട് ഇതിന്റെ അന്വേഷണം ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോയിട്ട് ഇതിന് പിറകിലുള്ള എല്ലാ വേരുകളും പൂർണ്ണമായിട്ടും മാന്തിയെടുക്കണം. അപ്പോഴേ ഇതിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരും. അതിനു മുമ്പേ നടക്കുന്ന ഈ പ്രത്യാരോപണം, ഞാനിപ്പോ ഈ ആരോപണങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, ഓരോ ദിവസം ആരൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അത് വെച്ച് തന്നെ ഒരു വലിയ ചർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് വളരെ ശരിയാണ്. ശ്രീ വസന്ത് ശ്രീ, കോൺഗ്രസ് നേതാവ് വസന്ത് ശ്രീക്ക്, ഇവിടെ താങ്കളൊരു നിയമ വിദ്യാർത്ഥി കൂടിയാണ്, അല്ലെങ്കിൽ നിയമ വിദഗ്ധൻ കൂടിയാണ്, അഭിഭാഷകനാണ്. എൻ്റെ കയ്യിൽ ഇന്ന് കോടതിയുടെ ഉത്തരവുണ്ട്, ഈ വിജിലൻസ് റിപ്പോർട്ട് അത് സമഗ്രമായതിനു ശേഷം ഇറക്കിയ ഉത്തരവ്. അതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ എവിടെയും ദേവസ്വം ബോർഡിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഭരണസമിതിയെയോ സർക്കാരിനെയോ കുറ്റം പറയുന്ന ഒരു വാക്ക് പോലും അതിലില്ല. ഉദ്യോഗസ്ഥരെയും പോറ്റിയെയും പോറ്റിക്ക് കൂട്ടുനിന്നവരുടെയും ഒക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 9 ഉദ്യോഗസ്ഥരുടെ പേരുകളാണിപ്പോൾ പുറത്തെത്തുന്നത്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നേരത്തെ PS പ്രശാന്ത് സൂചിപ്പിച്ചതാണത്. അതിനുശേഷം കടകംപള്ളി നിങ്ങളുടെ VD സതീശനെതിരെ മാനനഷ്ടത്തിന് കേസ് നീങ്ങുകയും ചെയ്തു, വക്കീൽ നോട്ടീസ് വായിച്ചു.
ഒരു കോടീശ്വരൻ്റെ കയ്യിൽ കൊടുത്തതറിയാം. അതിനു മുമ്പ് ഈ പോറ്റി ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അതുപടി എടുത്ത് നിയമസഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ കൊണ്ടു നടക്കാനും വി ഡി സതീശന് ഉത്സുകത കാട്ടിയ ഘട്ടങ്ങളുമൊക്കെ, അതാണ് ശ്രീ എ സജീവൻ സൂചിപ്പിച്ചത്. അതൊക്കെ രാഷ്ട്രീയമായി അവിടെ നിൽക്കുകയാണ്. ഇനി പറയൂ, ഈ വിഷയത്തിൽ ആരുടെ മടിയിലാണ് ഖനമുള്ളത്? ഈ വിഷയത്തിൽ മടിയിൽ കനമുള്ളത് സർക്കാരിന്റെ തന്നെയാണ്. കാരണം ഈ വിഷയത്തിനുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പ്രതികരണങ്ങളുടെ ഒരു ക്രോണോളജി ഉണ്ട്. ആദ്യം എന്താണ് ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ആ സർക്കാരിന്റെ ഭാഗമായുള്ള ദേവസ്വം ബോർഡിന്റെ മന്ത്രി പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള വിഷയങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ ശബരിമലയിൽ നിന്ന് ഒരു തരി പൊന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ സ്റ്റേക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡ്. പിന്നീട് പൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഒരു തരിയല്ല അതിൽ കൂടുതലുണ്ട് എന്ന് അംഗീകരിക്കുകയും, എന്നാൽ ഞങ്ങൾ അത് കണ്ടുപിടിച്ചേ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാളുണ്ട്, ആ പോറ്റിയുടെ പെങ്ങളുണ്ട്, പെങ്ങളുടെ വീട്ടിൽ വെള്ളം കോരാൻ വരുന്ന ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് ഈ സാധനം കിട്ടിയേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഉത്സുകത പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. വലിയ അലങ്കാരങ്ങളിടല്ലേ ശ്രീ അജിംഷാദ് ആ ഉത്സുകത കാണിച്ച് ഡാൻസ് കളിച്ചത്, നൃത്തം ചെയ്തത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്താണ്. ആ പ്രശാന്ത് അപ്പൊ ആ വിഷയത്തിൽ നിന്ന്, അതായത് ഒരു തരി പൊന്നു പോയില്ല എന്നിടത്ത് നിന്ന് ആ പൊന്നു പോയി അത് തിരിച്ചു കിട്ടി എന്നുള്ള സ്റ്റാൻഡിലേക്ക് എത്തി. എന്നാൽ ഇന്ന് ദേവസ്വം ബോർഡിന്റെ മന്ത്രി എന്താ പറഞ്ഞത്? നഷ്ടപ്പെട്ട പൊന്നെല്ലാം തിരിച്ചെത്തിക്കുമെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട പൊന്നുകളൊന്നും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് സർക്കാർ തന്നെ ഈ വിഷയത്തിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ നിലപാടുകളും വിവിധ വാദങ്ങളും ഉയർത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെയും ഇവിടുത്തെ ശബരിമല വിശ്വാസികളെയും സംബന്ധിച്ച് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഉത്തരം അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു കാലത്തും കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആദ്യം അവർ പറഞ്ഞത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് പോലും അവിടെ വെള്ളം കൊണ്ടുവന്ന് തരാൻ വരുന്ന ചേട്ടന് പോലും യാതൊരുവിധ പങ്കുമില്ല എന്നാണെങ്കിൽ, ഇപ്പോൾ അങ്ങടങ്ങുന്ന ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ, അങ്ങടങ്ങുന്ന ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ, അവരുടെ നിലപാടെന്താ? ഇപ്പോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ കയ്യിലായി പ്രശ്നം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയായി. ആ ഗൂഢാലോചനയുടെ ഒരറ്റത്ത് കോൺഗ്രസ് നേതാക്കളെ കൂട്ടിക്കെട്ടാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. നല്ല കാര്യമാണ്, ശ്രമമല്ല. ഞാനത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വായിക്കാം. അതായത് അഡ്വക്കേറ്റ് താങ്കളുടെ പ്രതികരണം കൂടുതൽ സമഗ്രമാവും, ഞാൻ ആഡ് ചെയ്യാനാ. അതായത് 2019 അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്. 2019 LDF നിയന്ത്രണത്തിലുള്ള ബോർഡ് സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ അനുമതി നൽകിയിരുന്നില്ല എന്നാണ്. അതാ കാണാം താങ്കൾക്ക്, അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ ബോർഡിൻ്റെ മിനിറ്റ്സിൽ ഇല്ലാത്ത കാര്യം ഉദ്യോഗസ്ഥർ ഉത്തരവിൽ എഴുതി ചേർത്തു. ആര്? ഉദ്യോഗസ്ഥർ. ഇത് വസ്തുതയാണ്, കാരണം ഇന്നിപ്പോൾ കോടതിയുടെ റിപ്പോർട്ട് അടക്കമുണ്ട്. ബോർഡ് തീരുമാനിക്കാത്ത കാര്യം എഴുതി ചേർത്തത് 3 ദേവസ്വം ഉദ്യോഗസ്ഥരാണ്. അവരാരൊക്കെയാണ്? പാളി സ്വർണം പൂശണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ട മുരാരി ബാബു, അത് ശരിവെച്ച തിരുവാഭരണം കമ്മീഷണർ KS ബൈജു, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുധീഷ്, ദേവസ്വം സെക്രട്ടറി ജയശ്രീ ആണല്ലോ. ജയശ്രീ, ബൈജു, മുരാരി ബാബു എന്നിവർ ദേവസ്വം ബോർഡിലെ കോൺഗ്രസ് സംഘടനയായ ദേവസ്വം ഫ്രണ്ടിൻ്റെ നേതാക്കളാണ്. ആ 3 ഉദ്യോഗസ്ഥരും മുതിർന്ന INTUC നേതാക്കളാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ഗൂഢാലോചനയെന്നും ഏത് തരത്തിലാണ് ഗൂഢാലോചന എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടതെന്നും. ഇതാണ് VD സതീശൻ പൊട്ടുമെന്ന് പറഞ്ഞ ബോംബ് ഇതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് കാതലായ ഒരു രാഷ്ട്രീയ വിമർശനമുള്ളത് അദ്ദേഹം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടിയാണ്. ഈ കോടതി ഉത്തരവും ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണവും വെളിവാക്കുന്ന കാര്യങ്ങളിൽ കുറ്റക്കാരാണ് എന്ന് ഘട്ടമായി തോന്നുന്നു, അല്ലെങ്കിൽ കുറ്റാരോപിതരായ, നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറ്റാരോപിതരായി നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥർ, അവർ ഉദ്യോഗസ്ഥർ മാത്രമാണ്. ആ ഉദ്യോഗസ്ഥർക്ക് പിന്നിൽ മറ്റാരുമില്ല. ആ ഉദ്യോഗസ്ഥരാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തെ മറികടന്ന് ഒപ്പിട്ടവർ, പോറ്റിക്കായി കൂട്ടുനിന്നവർ. അവരാകട്ടെ കോൺഗ്രസ് സംഘടനയായ ദേവസ്വം ഫ്രണ്ടിൻ്റെ പ്രവർത്തകരുമാണ്, INTUC നേതാക്കളുമാണ്. ഇനി പറയൂ ആരാണ് ഇവിടെ പ്രതിക്കൂട്ടിലേക്ക് എത്തുന്നത്? പറയൂ, താങ്കൾ വിശദീകരിക്കൂ. KS അരുൺകുമാറിന്റെയും സരിന്റെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ആധാരമാക്കിയ ഒരു ചർച്ചയ്ക്ക് അങ്ങനെയല്ല, അവരുടെ ഫേസ്ബുക്കിനെ ആധാരമാക്കിയല്ല. അവർ പറഞ്ഞ ആരോപണങ്ങളിൽ വെളിവാകുന്നത് വസ്തുതാധിഷ്ഠിതമായ ചില കാര്യങ്ങളാണ്. ആ രാഷ്ട്രീയ ആരോപണം നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ അജിംഷാദ്, ഇത് പറഞ്ഞു തുടങ്ങിയത് സരിനാണ്. സരിന്റെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ആധാരമാക്കിയുള്ള ഒരു ചർച്ചയ്ക്ക് അത്രമാത്രം നിലവാര തകർച്ചയിലേക്ക് ഇറങ്ങി വരാൻ
ഞാൻ ഏതായാലും തയ്യാറല്ല. വേണ്ട, താങ്കൾ നിലവാരത്തിൽ തന്നെ നിന്നോളൂ. പറയൂ, ഈ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ ബന്ധത്തെ കുറിച്ചുള്ള ആരോപണത്തെ കുറിച്ച് മറുപടി പറയൂ. ഇനി അങ്ങയുടേതാണ്, ഇനി അതാണ് പറയാം, ഇനി അങ്ങയുടേതാണ് ചോദ്യമെങ്കിൽ അതിന് ഉത്തരം പറയാം, സംശയമൊന്നും വേണ്ട. അപ്പോ മുരാരി ബാബു അടക്കമുള്ളവർ, മുരാരി ബാബുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മറ്റൊരു ആരോപണമുണ്ട്. എന്ത്? ഈ പറയുന്ന നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അടക്കമുള്ള വിവിധ സ്വത്തുക്കൾ കാണാതെ പോയപ്പോഴും കൊള്ള നടന്നപ്പോഴും മുരാരി ബാബുവിന് അവിടെ പങ്കുണ്ടായിരുന്നു എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് ഞങ്ങളാണ് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ. അപ്പൊ മുരാരി ബാബു അടക്കമുള്ളവർ കോൺഗ്രസ്സുകാരാണെങ്കിൽ നിങ്ങൾ പിടിച്ച് അകത്തിടണം. ഞങ്ങൾ ആരും സംരക്ഷിക്കാൻ പറ്റില്ല. ഞങ്ങൾ ആരും അവർക്ക് യാതൊരുവിധ സംരക്ഷണമോ കൊടുക്കില്ല. ഇനി ഞങ്ങൾ വളരെ കൃത്യമായി പറയാം, സരിനൊക്കെ മറുപടി കൊടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് പ്രതികരിക്കാത്തത്. ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയിലും ഇവർക്ക് ആർക്കും യാതൊരു മെമ്പർഷിപ്പും ഇല്ല, യാതൊരു മെമ്പർഷിപ്പും ഇല്ല. നിങ്ങളെപ്പോലെ 10 ദിവസം അടുത്ത് വരുന്ന മണിക്കൂറുകളിലെ ചർച്ചകളിൽ വരട്ടെ അജിംഷാദ്. ഏതായാലും നിങ്ങളെപ്പോലെ 10 ദിവസം മുമ്പ് പുറത്താക്കിയ ലെറ്റർ ഒന്നും വെച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. വളരെ ആധികാരികമായി, വളരെ ഔദ്യോഗികമായി പാർട്ടിക്ക് വേണ്ടി. അവർക്കാർക്കും കോൺഗ്രസുമായി വലിയ ബന്ധമൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ ഞങ്ങൾ നടത്തിയ ഗൂഢാലോചനയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ. ആദ്യം തൊട്ട് നിങ്ങൾ എന്താ പറയുന്നത്? ഇതിൽ ആർക്കും പങ്കില്ല എന്ന് പറഞ്ഞവർക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് പറയേണ്ടി വരുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡുകാരായ കോൺഗ്രസുകാർക്ക് പങ്കുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, കോൺഗ്രസുകാരാണ് കണ്ടുപിടിക്കുന്നത്. ഇനി വേറെ കാര്യം ചോദിക്കട്ടെ, മിച്ചം ഇത്രമാത്രം സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ വരുന്നുണ്ട്. ആർക്ക്? അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്, വാസു. അപ്പൊ ആ വാസു എന്തിനാണ് മറിച്ചൊരു ലെറ്റർ എഴുതുന്നത്? ഇതെല്ലാം റെക്കോർഡിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇങ്ങനെ ഇത്രയും സ്വർണം മിച്ചം വന്നിട്ടുണ്ട്, അത് ധർമ്മ കല്യാണം നടത്താൻ കൊടുക്കാമോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താ? അയ്യന്റെ സ്വർണം, അതായത് ശബരിമലയിൽ സമർപ്പിക്കപ്പെട്ട സ്വർണം നിയമപരമായി മൈനറായാണ് അയ്യപ്പനെ നിയമം കാണുന്നത്. ആ മൈനറായ അയ്യപ്പന്റെ സ്വത്തിന്റെ കസ്റ്റോഡിയൻ അത് പേരന്റാണ്. ആരാ പേരന്റ്? ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ് അവിടെ കോൺഗ്രസുകാരോ BJP-ക്കാരോ SDPI-ക്കാരോ ആരും ആയിക്കോട്ടെ ആരെന്ത് കൊല നടത്തിയാലും നിയമമാണ് ഞാൻ പറയുന്നത്, മൈനറായ അയ്യപ്പന്റെ സ്വത്തിന്റെ പേരന്റായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ് അതിന്റെ കസ്റ്റോഡിയൻ, അയാളാണ് ഉത്തരവാദി. അപ്പൊ അത് നടക്കാതെ സൂക്ഷിക്കാൻ കൂടിയുള്ള ഉത്തരവാദിത്തം സർക്കാരിൽ നിക്ഷിപ്തമാണ്. വാസുവിനെതിരെ ചിത്രീകരിക്കരുത്. ഞാൻ ആ ഇമെയിൽ വായിക്കാം. I am Unnikrishnan Potti residing in Bangalore. I would like to inform you that I have some gold balance in my hand after finishing the gold work of Shabarimala Sanctum and door Dwarapalaga. I would like to use it for a girl's marriage who needs support and genuine in coordination with Travancore Devaswam Board. And please give your valuable opinion. ശ്രദ്ധിക്കണം. ഇൻ കോർഡിനേഷൻ വിത്ത് ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ഈ സ്വർണം എടുക്കാനുള്ള ഒപ്പീനിയൻ ഞാൻ താങ്കളിൽ നിന്ന് തേടുന്നു എന്ന്. അപ്പോൾ അതിൽ അദ്ദേഹം എഴുതിയ നോട്ട് എന്താണെന്ന് അറിയാമോ? അദ്ദേഹം എഴുതിയ നോട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അദ്ദേഹം അതിലെഴുതിയ നോട്ട് തിരുവാഭരണ കമ്മീഷണർ, ശബരിമല എന്നിവരുടെ അഭിപ്രായം തേടാവുന്നതാണ്. അവിടെയാണ് പ്രശ്നം. അങ്ങനെയല്ല. എനിക്ക് ഞാൻ ക്ലിയർ ചെയ്യാം. അതായത് തിരുവാഭരണ കമ്മീഷണർ, ശബരിമല എന്നിവയുടെ അഭിപ്രായം വാങ്ങണം. ഒപ്പീനിയൻ ചോദിച്ചതാണ്, എനിക്കില്ല. അത് അവരുടെ അഭിപ്രായം. തിരുവാഭരണ കമ്മീഷണറാണല്ലോ ഇതിന്റെ ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ അവരോട് അഭിപ്രായം നയപരമായ തീരുമാനമെടുക്കാതെ ഒരു വിധത്തിലുമുള്ള പ്രക്രിയകൾക്ക് ദേവസ്വം ബോർഡിന് അവിടെ അധികാരമില്ല. അവർ ചെയ്യാറില്ല. അതെല്ലാം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെന്നേ. ശ്രീ അജിംഷാദ്, ഞാൻ അതിനേക്കാൾ മോർ ക്രിസ്റ്റൽ ക്ലിയർ ആക്കാം. അതായത് അയ്യന്റെ സ്വർണം അത് അവിടെ നിന്ന് സന്നിധാനം വിട്ട് പോകാൻ പാടില്ല എന്നത് ചട്ടമാണ്. അത് ലംഘിച്ച് സന്നിധാനം വിട്ടുപോയി 1.5 മണിക്കൂർ മാത്രം വരുന്ന ഒരു പ്രോസസ്സ് നടത്താൻ വേണ്ടി സന്നിധാനത്ത് വെച്ച് ചെയ്യാമായിരുന്നത് പുറത്തേക്ക് കൊടുത്തു. ഇനി അങ്ങനെ കൊടുക്കുന്ന ഒരു സാധനവുമായി ബന്ധപ്പെട്ട് പോറ്റി ഇനി കോൺഗ്രസ്സുകാരനാണ് എന്നിരിക്കട്ടെ, കോൺഗ്രസ്സുകാരനാണെന്ന് ഇരിക്കട്ടെ, അല്ല KPCC പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞോ, പ്രശ്നം പറഞ്ഞില്ലേ? ആ KPCC പ്രസിഡന്റായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ പോറ്റി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിവരവും വെള്ളേച്ചുള്ളവനായിരുന്നെങ്കിൽ അവൻ പറയാം, ആരാണോ നീ
ഞങ്ങളുടെ സ്വർണ്ണം എടുത്തോണ്ട് പോയിട്ട് ഇനി അത് ആർക്ക് കല്യാണം നടത്താൻ പോകണോ? അയാൾ ഇവിടെ സ്പോൺസറാണെന്നേ. ഇവിടെ കൊണ്ടുപോകണം. അയാൾ സ്പോൺസറാണ്. അയാൾ അന്നത്തെ ഷെയ്ഡി ക്യാരക്ടറല്ല. ഒരു ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ അത് ദേവസ്വം ബോർഡുമായി സഹകരിച്ച് ഒരു ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യാനാണെന്നേ, ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാനാണെന്നേ. ആ സ്വർണത്തിന്റെ സ്പോൺസർ ആരാ? ആ സ്വർണത്തിന്റെ സ്പോൺസർ അങ്ങ് പറയുന്ന പോലെ പോറ്റിയല്ല, അത് വിജയമല്ല. ഇനി ആ സ്പോൺസർഷിപ്പിന് ഒരു പ്രശ്നമുണ്ട്. അജിം ഷാദോ ഞാനോ, അതായത് മുസ്ലിം വിശ്വാസിയായ അജിം ഷാദോ, ക്രിസ്ത്യൻ വിശ്വാസിയായ വസന്ത് സിറിയക്കോ പോലും അവിടെ 1 രൂപ കൊണ്ടുപോയി കാണിക്കയിട്ടാൽ, കാണിക്ക വിട്ടേക്ക്, നമ്മൾ വീട്ടിലെ ഒരു ചക്ക കൊണ്ടുപോയി സമർപ്പിച്ചാൽ ആ സ്പോൺസർ നമ്മൾ സമർപ്പിച്ചതിന് ശേഷം പിന്നീട് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വത്താണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നാളെ ഒരു ആനയെ നടക്കിരുത്തുന്നു, ആനയെ നടക്കിരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ് ഞങ്ങൾ അതാണല്ലോ ദേവസ്വം ബോർഡിനോട് ഒപ്പീനിയൻ ചോദിക്കുന്നത്. ദേവസ്വം ബോർഡിനോട് അയാൾ ഒപ്പീനിയൻ ചോദിച്ചത് അതാണല്ലോ. കേക്ക് മണ്ഡല അല്ല, ഇത് ഫുള്ള് കേക്ക്. ഞാനൊരു ആനയെ കൊണ്ടുപോയി ദേവസ്വം ബോർഡിന് നടക്കിരുത്തുന്നു. എന്നിട്ട് ഞാൻ പറയാണ് മണ്ഡലകാലം അല്ലല്ലോ, ഈ ഉത്സവകാലവും ഒന്നുമല്ലല്ലോ, ആ സമയത്ത് ഞാനാണല്ലോ സ്പോൺസർ, അതുകൊണ്ട് ഞാൻ ആ ആനയെ കൊണ്ടുപോയി ഒന്ന് തടി പിടിപ്പിച്ച് കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? നിയമപരമായി നിൽക്കുമോ? ഇനി തടി പിടിപ്പിക്കാൻ നിങ്ങൾ തന്നുവിട്ടുവന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ പറയാണ് ആനയുടെ കൊമ്പൊന്ന് ഊരിപ്പോയി, ആ കൊമ്പ് വെച്ച് നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൂടെ സമ്മതത്തോടു കൂടി ഒരു ശില്പം ഉണ്ടാക്കി കളയാം എന്ന് പറഞ്ഞാൽ നിയമപരമായി ഞാനത് ദേവസ്വം ബോർഡ് കമ്മീഷണറുമായി ആലോചിക്കട്ടെ എന്ന് കുറിപ്പെഴുതേണ്ട ആവശ്യമില്ല, എന്നെഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ എന്നോട് പറയണം, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്നോട് പറയണം ആരെ എഴുതാപ്പുറം വായിക്കുകയാണ്. ഒന്ന് ഈ ഒപ്പീനിയൻ തേടി അല്ലല്ല ഞാൻ പറയട്ടെ, ഒന്ന് ഈ ഒപ്പീനിയൻ തേടിയത് VD സതീശനടക്കം ഉദ്ധരിച്ച പോറ്റിയാണ്. VD സതീശനടക്കം പോറ്റി പറഞ്ഞത് ശരിയാണ് എന്ന് പ്രചരിപ്പിച്ച ആ പോറ്റിയാണ്. അവിടെ നിൽക്കട്ടെ, ആ പോറ്റിയാണ് ഒപ്പീനിയൻ ചോദിച്ചത്. ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ അത് കൊടുത്തു വിട്ടോ? ഇല്ല, അത് തിരുവാഭരണ കമ്മീഷണറുടെ അനുമതി വാങ്ങണം എന്നാണ് നോട്ട് എഴുതിയത്. അതാണ് എന്റെ സാങ്കേതികത, അല്ലാതെ വിട്ടുകൊടുത്തില്ലല്ലോ. അങ്ങനെ പറയേണ്ട വിട്ടുകൊടുത്താൽ മാത്രമേ താങ്കൾ ഇപ്പോൾ പറയുന്ന ഒരു പ്രസക്തിയുള്ളൂ. താങ്കൾ എഴുതാപ്പുറം വായിക്കുകയാണ്. ഞാൻ തിരിച്ചെത്താം, മറ്റുള്ളവരുണ്ടല്ലോ, ശരി. ഇല്ലില്ല, ഹൈക്കോടതി അങ്ങനെയാണെങ്കിൽ കുറ്റപ്പെടുത്തണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അന്വേഷണം. ഈ ഉത്തരവ് പ്രകാശം എന്തിനാ ജമ്പ് ചെയ്യുന്നത്? ഇതുകൂടി കേൾക്കൂ. ഹൈക്കോടതി കൃത്യമായി ആ നോട്ട് എഴുതിയതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2, അങ്ങ് ഈ ഇൻട്രോയുടെ തുടക്കത്തിലും എനിക്ക് മുമ്പേ സംസാരിച്ച സജീവൻ സാർ അടക്കമുള്ളവർ പറഞ്ഞത് VD സതീശൻ പറഞ്ഞു ഈ സാധനം ഈ ദ്വാരപാലകർ, ആ ദ്വാരപാലകർ ഹിന്ദു വിശ്വാസ പ്രകാരം ഡേറ്റ് തന്നെയാണ്. ആ ഡേറ്റ് തന്നെയായ ദ്വാരപാലകരെ മറ്റാർക്കോ വിറ്റു എന്ന് സംശയം VD സതീശൻ അല്ല ആദ്യം പറയുന്നത്. അത് കേരളത്തിന്റെ ഹൈക്കോടതിയാണ്. ആ ഓർഡറിലുണ്ട്, ഒന്നെടുത്ത് വായിച്ചു നോക്കൂ. സരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലുള്ള അത് ദേവസ്വം ബോർഡിനെയോ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും പ്രവർത്തികളെയോ സംശയത്തിന്റെ നിലനിർത്തിക്കൊണ്ടല്ല കോടതി പറയുന്നത്. മറിച്ച് എന്താണ്, ഇവിടെ ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് അംഗീകരിച്ച തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒപ്പിട്ടതാരാണ്? ജയശ്രീ. ആരാണ് ജയശ്രീ? ദേവസ്വം സെക്രട്ടറി. അവർ ഒറ്റയ്ക്കാണ് അത് എടുത്തത്. ഇതൊക്കെയാണ് ഈ കോടതിയുടെ റിപ്പോർട്ടിലുള്ളത്. ഞാൻ തിരിച്ചെത്താം. എൻ വാസുവിന്റെ നോട്ടിൽ കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതുന്നതിന്റെ ടെക്നിക്കൽ ആൻഡ് ലീഗലി ശരിയല്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഈ പി സരിന്റെ മഞ്ഞപ്പത്രം പോലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കൂ. താങ്കൾക്ക് PS പ്രശാന്തിനോടും സരിനോടും ഒക്കെ ഉള്ള ആ വൈര്യനിര്യാതന സ്വഭാവം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നമുക്കൊക്കെ അറിയാം. അത് ഇവിടെ കലർത്തല്ലേ? രണ്ടുപേരും പണ്ട് കോൺഗ്രസ് അല്ലായിരുന്നോ? ഞങ്ങൾക്ക് EMSനോട് പ്രശ്നമില്ലല്ലോ. അത് വേറെ. ശ്രീ പ്രകാശം മാസ്റ്റർ, അതായത് ഇപ്പോൾ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളുടെയൊക്കെ കല്ലും നെല്ലും തിരിയുന്നത്. ഇതാണ് കോടതിയിൽ പ്രതിഫലിച്ചത്. ഇതൊക്കെ രൂപപ്പെടുത്തുന്ന ആരോപണമുണ്ടായത് ആഗോള അയ്യപ്പ സംഗമം എന്ന ദേവസ്വം ബോർഡിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അത് എടുത്തുയർത്തിയതും പ്രതിപക്ഷമാണ്. ഇത് കോടതിയിലെത്തുന്നു. കോടതി ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഒന്നും കുറ്റം പറയുന്നില്ലെന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഈ സമഗ്ര അന്വേഷണത്തിലേക്ക് കോടതി പോകുന്നത്. ഒക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ 2019 നടന്ന
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ധാർമ്മികമായ ഉത്തരവാദിത്വം അന്നത്തെ ദേവസ്വം ബോർഡിനില്ലേ എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രകാശ് മാസ്റ്റർ, ഇതിൽ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ UDF-ൻ്റെ ആളുകളും ഇത്രമാത്രം ജാള്യതയിൽ ഈ വിഷയത്തിൽ എത്തിച്ചേർന്ന മറ്റൊരു ദിവസമില്ല. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എടുത്ത് ആഘോഷിച്ചത് ആരാണ്? അദ്ദേഹം പറഞ്ഞത് വെച്ചുകൊണ്ട് കിലോ കണക്കിന് സ്വർണം കേരളത്തിലെ മുഖ്യമന്ത്രി കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞത് ആരാണ്? അല്ല, കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൻ്റെ കളവിന് തന്നെ ഉത്തരവാദി എന്ന് കണ്ടാൽ അത് ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്നെങ്കിലും പറയാനുള്ള മാന്യത ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കാണിക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാലം അത്രയുള്ള കോൺഗ്രസിൻ്റെ ആവശ്യം എന്താണ്? കേരളത്തിലെ ഗവൺമെൻറ്റിനെയോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയോ പോലീസിനെയോ വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് CBI അന്വേഷണം വേണമെന്നായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ ആവശ്യം. എന്നാൽ കോടതി വിധികൾ പരിശോധിക്കുക. കോടതി വിധിയിൽ ദേവസ്വം വിജിലൻസിനെ ശ്ലാഘിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കുറേ കൂടി വിശദമായിട്ടുള്ള അന്വേഷണം നിങ്ങൾ നടത്തൂ എന്ന് അവരോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കുറേ കൂടി വിശദാംശങ്ങളോടെ 6 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന വേറെ ആരോടുമല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടാണ്. അതിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ്. പ്രാഥമിക റിപ്പോർട്ടും ഒടുവിലത്തെ റിപ്പോർട്ടും. സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് തെറ്റിപ്പോയി, തങ്ങൾ പറഞ്ഞ കാര്യമല്ല ശരിയെന്ന് പറയാൻ കോൺഗ്രസിന് ബാധ്യതയില്ലേ? കേരളത്തിലെ ഗവൺമെൻറ്റും ദേവസ്വം വിജിലൻസും നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം ഏറ്റവും മികച്ചതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല, കേരളത്തിലെ ഹൈക്കോടതിയാണ്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ UDF സ്വീകരിച്ച നിലപാട്? UDF സ്വീകരിച്ച നിലപാട് കേരളത്തിലെ ആളുകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന വിഗ്രഹം കട്ടുകൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്ത അദ്ദേഹമാണെന്നല്ലേ? എത്ര വില കുറഞ്ഞ ആക്ഷേപമാണിത്! നിങ്ങൾ രാഷ്ട്രീയ രംഗത്ത് എതിരാളി എന്നുള്ളത് കൊണ്ട് എന്ത് വൃത്തികേടും പറയാം എന്നൊരവസ്ഥ കോൺഗ്രസിനെ പോലുള്ള പാർട്ടിക്ക് സ്വീകരിക്കാൻ പറ്റുമോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ ഭക്ഷണത്തിൽ സ്വർണം കൊണ്ടുപോയി എന്നും അവർ ഈത്തപ്പഴത്തിനകത്ത് സ്വർണം കൊണ്ടുപോയി എന്നും ഖുറാനകത്ത് സ്വർണം കൊണ്ടുപോയി എന്നെല്ലാമുള്ള എന്തെന്ന് ആക്ഷേപ ശരങ്ങളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അവർ ഉന്നയിച്ചത്. ഇപ്പോഴും എന്താ പറയുന്നത്? ഈ വിഗ്രഹം ഏത് ധനവാനാണ് കൊണ്ടുപോയി വിറ്റത് എന്ന് ചോദിക്കുകയല്ലേ ഇവിടെ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട കോൺഗ്രസിന് ആളുകൾ. അവർ ജനങ്ങളോട് മാപ്പ് പറയണ്ടേ? എന്താ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം? ഈ വിഷയം സംബന്ധിച്ച് LDF-ൻ്റെ നിലപാട്, ദേവസ്വം ബോർഡിൻ്റെ നിലപാട്, ദേവസ്വം മന്ത്രിയുടെ നിലപാട് അത് 100% ശരിവെക്കുന്ന ഒരു സ്ഥിതിയല്ലേ ഹൈക്കോടതി സ്വീകരിച്ചത്? എന്താ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത്? നേരത്തെ 1999 മുതൽ ഇങ്ങോട്ട് വിജയ് മല്യ സ്വർണം കൊടുത്തതിന് ശേഷമുള്ള മുഴുവൻ കാലത്തെയും ഇതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു സമഗ്രമായ അന്വേഷണം വേണം. ആ അന്വേഷണത്തിന് ഏതു കാര്യത്തെയാണോ ഇവിടെ ഹൈക്കോടതി തീരുമാനിക്കുന്നത് ഞങ്ങൾ അത് അംഗീകരിക്കും. അതിനകത്ത് കുറ്റവാളികൾ ആരാണ് എന്ന് കണ്ടാലും അവർക്കെതിരെ നടപടിയുണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന നമ്മളെല്ലാം കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞെന്താ? ഈ വിഷയത്തിനകത്ത് സമഗ്രമായിട്ട് അന്വേഷണത്തിൽ ആരെല്ലാമാണ് ഉത്തരവാദികൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായ നിലപാടുണ്ടാവും. ഒരു തെറ്റിനെയും അംഗീകരിക്കുന്ന വിഷയമില്ല, ഒരു അന്യായക്കാരനെയും സംരക്ഷിക്കുന്ന വിഷയമില്ല. ഇത്ര മികച്ച ഒരു നിലപാട്, തെളിവാർന്നൊരു നിലപാട് UDF-ന് എപ്പോഴെങ്കിലും സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ പറയും UDF-ന് യാതൊരു പ്രശ്നവുമില്ല, ഈ പറഞ്ഞ ആളുകളൊന്നും UDF-ആയിട്ട് ബന്ധമില്ലാന്നല്ലേ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ബൈജു ആരാ? ബൈജു നിലവിൽ ആലപ്പുഴയിലെ അവിടുത്തെ INDUC പ്രസിഡന്റാണെന്നുള്ളത് നിങ്ങൾ മറച്ചു വെച്ചാൽ മറഞ്ഞു പോകുമോ? അങ്ങനെ മറഞ്ഞു പോകില്ലല്ലോ. പിന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ നിങ്ങളുടെ ആളുകൾക്കെതിരായിട്ട് എത്ര അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ വേണ്ടി കഴിയുമോ? ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ ഇതിനെല്ലാം ന്യായീകരിക്കുന്നു പറഞ്ഞ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തത് ഇപ്പോൾ ദേവസ്വം ബോർഡല്ലേ? നിങ്ങൾ കാണാൻ വേണ്ടി നേരത്തെ ശബരിമലയിൽ പാത്രങ്ങൾ വാങ്ങി കോടികൾ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയ ജയകുമാറിനെതിരെ വിജിലൻസ് കേസുണ്ടല്ലോ. ഏതാണ് ആ ജയകുമാർ? ഈ പറയുന്ന നേരത്തെ ഭാഗമാണോ? പിന്നെ അതെ, ഏതാ ജയകുമാർ എന്നുള്ളത് അവർ പറയണം. അതുപോലെ തന്നെ മണ്ഡല മകരവിളക്ക് കാലത്ത് സാധനങ്ങൾ വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണല്ലോ. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്ന നിലയുണ്ടല്ലോ. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് G. രാമൻ നായർ, അതുപോലെ മെമ്പർമാരായിരുന്ന MP ശ്രീകുമാർ, പുനലൂർ മധു എന്നിവർക്കെതിരെ കേസെടുത്ത് കോടതി കൊടുത്തിട്ടുണ്ടല്ലോ. ഇവരെല്ലാം ഏത് പാർട്ടിക്കാരാ? ഇവരൊന്നും ഈ പറയുന്ന LDF-ന് ആളുകളല്ലല്ലോ. ഞങ്ങൾക്കെതിരായിട്ട് എപ്പോഴാണ് അന്വേഷണം ഉണ്ടായിട്ടുള്ളത്? എപ്പോഴാണ് ഏതെങ്കിലും നിലയ്ക്ക് കുറ്റക്കാരാണെന്ന് കേട്ടിട്ടുള്ളത്? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെളിമിയാർന്ന വ്യക്തിത്വമുണ്ട്. ഞങ്ങൾ നിശ്ചയിക്കുന്ന ആളുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവട്ടെ മറ്റാളുകളാവട്ടെ അവരെല്ലാം ശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അവരെല്ലാം ഊതിക്കാച്ചിയ പൊന്നുപോലെ സമൂഹത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അവരെ കളങ്കിതരാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ല. ഈ വിഷയത്തിനകത്ത്
ഞങ്ങൾ ഈ പ്രശ്നം വന്ന് ഉടനെ എടുത്ത നിലപാട്, ആ നിലപാട് ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഹൈക്കോടതി. ഇവിടെ ഈ വിഷയം കൊണ്ടുവന്നതിനാ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ അവതരിപ്പിച്ചത്? ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിനകത്ത് നിഴൽ വീഴ്ത്താൻ നിങ്ങൾ കൊണ്ടുവന്ന കഥാപാത്രമല്ലേ ഈ പറയുന്ന പോറ്റി? അല്ല, നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? അദ്ദേഹത്തെ അല്ലേ ഇവിടെ BJPയും കോൺഗ്രസും എല്ലാം എടുത്താഘോഷിച്ചത്? അദ്ദേഹമാണല്ലോ തെറ്റുകാരനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഈ വിഷയം ഉണ്ടായ ഉടനെ ദേവസ്വം മന്ത്രി പറഞ്ഞെന്താ? ദേവസ്വം മന്ത്രി ഇദ്ദേഹത്തെ സംശയിക്കേണ്ട ആളാണെന്ന് ആ ദിവസം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയുമോ? അവരെ എടുത്തു കാണുന്നത് നിങ്ങളാണ്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു നിലക്കും പ്രയാസപ്പെടേണ്ടതോ അല്ലെങ്കിൽ സംശയിക്കേണ്ടതോ ആയിട്ട് കാര്യമില്ല. വളരെ സംശുദ്ധമായ നിലക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനെ കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു നില തന്നെയാണ് ഇന്നത്തെ വിധിന്യായത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ CBIയോട് അന്വേഷണം വേണം എന്ന് പറഞ്ഞ ആളുകൾക്ക് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള ഗവൺമെന്റിനാണ്, അത് അന്വേഷിച്ചാൽ മതി എന്ന് ഹൈക്കോടതി തീരുമാനിച്ചപ്പോൾ നിങ്ങൾ പരസ്യമായി ജനങ്ങളോട് മാപ്പ് പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണ്, അംഗീകരിക്കപ്പെട്ടില്ല, കോടതി ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് ഈ ഗവൺമെന്റിനാണെന്ന് പറയണ്ടേ? എന്നിട്ട് നാണമില്ലാതെ ഇവിടെ എന്തോ കേരളത്തിലെ ഗവൺമെന്റ് ഇതെല്ലാം കട്ടുകൊണ്ടു പോയിരിക്കുന്ന പച്ചക്കള്ളം പറയാൻ ഞങ്ങൾക്ക് ഒരു കാര്യം ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി കഴിയും. അയ്യപ്പന് നൽകിയിരിക്കുന്ന ഒരൊറ്റ ചില്ലിക്കാശും മറ്റാരും കൊണ്ടുപോകാൻ പാടില്ല. കൊണ്ടുപോകുന്ന കാര്യത്തിൽ ആരെല്ലാം ഉത്തരവാദികളായാലും അവർക്കെതിരെ കൃത്യമായ നിലക്കുള്ള അന്വേഷണത്തിൽ തെളിയും. അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്ന വിഷയമില്ല. അവർക്കെതിരെ ഒരു ഗവൺമെന്റിന്റെ എല്ലാ നിലക്കുമുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് മുന്നോട്ടേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്ന കുറ്റവാളികൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ മിക്കവാറും ആളുകൾ INTUC-കാരും കോൺഗ്രസ്സുകാരുമാണെന്നുള്ള വസ്തുത നിങ്ങൾക്ക് മറച്ചു വെക്കാനാവില്ല. ആലപ്പുഴയിലെ INTUC പ്രസിഡന്റ് ബൈജു ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് എന്താണിത്? ഈ മുട്ടയും കൂടുപത്രവും ഒക്കെ ചെയ്തിട്ടും ഈ കോൺഗ്രസ് തൊടുന്നതെല്ലാം ഇങ്ങനെ ആവുകയാണല്ലോ. ശ്രീക്ക് ഞാൻ തിരിച്ചെത്താം. ശ്രീക്ക് നമുക്ക് ഈ അല്പം രാഷ്ട്രീയം ഒക്കെ വിട്ട് ഇതിൻ്റെ സാങ്കേതികവും ശാസ്ത്രീയവുമായ മറ്റു ചില വശങ്ങൾ കൂടി ഒന്ന് തേടാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയണമെങ്കിൽ പറയുകയും ചെയ്യാം. ശ്രീ ശങ്കർ സുബ്രഹ്മണ്യം സ്വർണ്ണാഭരണ നിർമ്മാണ ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ശ്രീ ശങ്കർ സുബ്രഹ്മണ്യം, അതായത് ഇപ്പോൾ ഇവിടെ വസന്ത് ശ്രീയൊക്കെ കോൺഗ്രസ് നേതാവ് സൂചിപ്പിച്ചു, സ്വർണം അവിടെ വെച്ച് ചെയ്യാവുന്ന 1 മണിക്കൂറിൽ താഴെയുള്ള പ്രക്രിയയാണെന്ന്. ഇത് സ്വർണ്ണ തകിടുകൾ, വളരെ മൈന്യൂട്ടായ സ്വർണ്ണ തകിടുകൾ ഈ ചെമ്പ് പാളികളിൽ പതിപ്പിച്ച് എടുക്കുന്നതാണ്. ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ല. അതുകൊണ്ട് ആ സ്വർണം വേർതിരിച്ചെടുക്കാനാകുമോ? ആ പ്രക്രിയ മെർക്കുറിയുടെ അടിസ്ഥാനത്തിൽ വനനിയമമൊക്കെ ലംഘിച്ച് അവിടെ മെർക്കുറി എത്തിക്കാനാകുമോ? എങ്ങനെയാണ് ഈ പ്രോസസ്സ്? ഇതേ സംബന്ധിച്ച് ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് വിവരിക്കാം. ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഞാൻ ശ്രീ പത്മനാഭൻ്റെ ആഭരണം പണിഞ്ഞ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. വെരി ഗുഡ്. ഇന്ന് ഞാൻ സ്വർണ്ണ പണിക്കാരനാണ്. ഈ ആദ്യം ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. മാധ്യമധർമ്മം എന്ന് പറയുന്നത് യഥാർത്ഥ സത്യസന്ധമായ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒന്നും അറിഞ്ഞുകൂടാതെ മാർക്കറ്റിങ്ങിൽ തൻ്റെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വാർത്തയും അഴിച്ചുവിടാമെന്നുള്ള ഒരു കൂട്ടം മാധ്യമങ്ങൾ അത് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. ആളുകളിലേക്ക് ഒരുപാട് കള്ളം പ്രചരിപ്പിക്കുന്നു. അതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ കൂടെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചതിൽ കൈരളി അഭിനന്ദിക്കുന്നു. അതിനോടൊപ്പം സാർ ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഈ സ്വർണം പൊതിയുക എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. സ്വർണ്ണപ്പാളി എന്നൊരു സാധനമില്ല. ഈ ഒരു വിഗ്രഹമുണ്ടെങ്കിൽ, കല്ലിൽ തീർത്ത വിഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കോപ്പറിൽ ഞങ്ങളതിന് ഒരു അങ്കി ഉണ്ടാക്കും. അതിനെ അങ്കി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ കോപ്പറിൽ ഉണ്ടാക്കുന്ന അങ്കിയെ പൂർണ്ണമായിട്ടും വളരെ മൈന്യൂട്ടായിട്ടുള്ള ജോലിയാണ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ കോൺസെൻട്രേഷൻ ചെയ്യണം, ഈ ഭക്തി വേണം, ഇതൊക്കെ ഇരുന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അത്ര പവിത്രമായ സ്വർണ്ണത്തിൽ പണിയുന്ന തൊഴിലാളിയുടെ മനസ്സും അത്ര പവിത്രമായിരുന്നാൽ മാത്രമേ അതിലൊരു പൂർണ്ണത ഉണ്ടാവും. അപ്പോൾ ഇതിന് പതിക്കുന്ന ചെമ്പിൽ ചെയ്തതിന് ശേഷം, അതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് മെർക്കുറി, സാർ നേരത്തെ പറഞ്ഞ പോലെ മെർക്കുറി ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ പ്രധാന വിഷയമാണ്. ഈ മെർക്കുറി അപ്ലൈ ചെയ്തതിന് ശേഷം ലോകത്തിനെ ഏറ്റവും കൂടുതൽ ലൈറ്റാക്കാനും വലിച്ചു നീട്ടാനും പറ്റുന്ന ലോകം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. അതിന് ഈ തങ്കത്തിന് ഞങ്ങൾ ഈ ഒട്ടകത്തിൻ്റെ തോലിൽ വെച്ചിട്ടാണ് ഇതിനെ അടിച്ച് പരത്തുന്നത്. അതിൻ്റെ പ്രോസസ്സിങ് അതാണ് എന്ന് പറഞ്ഞാൽ കൂടം വെച്ചിട്ട് അടിച്ച് പരത്തി മാക്സിമം നൈസാക്കും എന്ന് പറഞ്ഞാൽ പേപ്പറിനേക്കാളും വളരെ നൈസായിട്ട് ആക്കിയതിന് ശേഷം ഈ മെർക്കുറിയുടെ പുറത്ത് ഈ തകിടുകൾ ഞങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ട് രണ്ടാമത് ഇതിനെ ചൂടാക്കിയെടുക്കും. ചൂടാക്കുമ്പം സയൻസായിട്ട് പറയുകയാണെങ്കിൽ മെർക്കുറി ചൂടാക്കുമ്പം മെർക്കുറി പൊഞ്ഞു പോവുകയും
ഈ ഞങ്ങൾ വച്ച സ്വർണ്ണപ്പാളി ആ ചെമ്പ് പ്ലേറ്റിനകത്ത് പറ്റിപ്പിടിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ സ്വർണം പൊതിയുന്നത്. അല്ലാതെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ്, മൈക്രോ പ്ലേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ്, മൈക്രോ പ്ലേറ്റിംഗ് എന്നുള്ള സാധനത്തിൽ നിന്ന് സ്വർണത്തിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അതെ അതെ അതെ, ആനോട് കാതോട് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സാധനം ഈ ലെയർ നമ്മൾ പിടിപ്പിക്കുന്നല്ലോ. ഏതൊരു ലോഹത്തിലാണെങ്കിലും നമ്മളെ ഈ സർഫസ് നമ്മൾ കൈ കൊണ്ട് തേക്കുമ്പം ഇല്ലെങ്കിൽ ഒരു മെറ്റലിലിരിക്കുമ്പോഴും ഈ ഒരുപാട് തേക്കുമ്പം ആ സാധനത്തിൽ നിന്ന് പാളിയായിട്ട് പോകും. പാളിയായിട്ട് പോകും എന്ന് പറഞ്ഞാൽ അരം പോലെയാണ് നമ്മുടെ കൈ വരെ. അരം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതെ. അങ്ങനെ ഈ തേക്കുമ്പം ഒരു ഭാഗത്തു നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദ്വാരപാലക നിൽക്കുന്നതെന്ന് പറയുന്നത് ശ്രീകോവിലിൻ്റെ 2 സൈഡിലുമാണ്. ഈ 2 സൈഡിലും ഈ ഭക്തജനങ്ങളെ കടത്തിവിടാനും മറ്റും ഈ ഉദ്യോഗസ്ഥരും ഇല്ലെങ്കിൽ ജീവനക്കാരും അവിടെ നിൽപ്പുണ്ട്. ഇവരുടെ കൈ പതിഞ്ഞിരിക്കുന്ന ഈ പീഠത്തിലാണ്. നിരന്തരം ഇങ്ങനെ പീഠത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. അപ്പം ഒരുപാട് കാലം ഇത് പതിയുകയും തേക്കുകയും ചെയ്യുമ്പം ആ ഭാഗത്ത് ആ സ്വർണ്ണപ്പാളി ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ആ വരുന്ന ഭാഗത്ത് കോപ്പർ നമുക്ക് വെളിയിൽ കാണാനും പറ്റും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഫ്രണ്ടിലെ ബലിക്കല്ല് നമുക്ക് ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാം. ഈ പൊതിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സിങ്ങിൽ പൊതിഞ്ഞതാണ്, ഞാൻ കണ്ടിട്ടുണ്ടത്. അപ്പം ഇപ്പോഴത് പോയി നോക്കിയേ, അവർ ഡെയിലി അതിനകത്ത് ആവശ്യം ബാക്കിയുള്ളത് പൂജയൊക്കെ ചെയ്ത് തേച്ച് പല സ്ഥലങ്ങളിലും ഈ കോപ്പർ പുറത്ത് കാണുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പറ്റിയതാണ് ഈ ശബരിമലയിലും പറ്റിയത്. പക്ഷേ ഈ സാധനം വെളിയിൽ കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞതിനെ ഞാൻ അനുകൂലിക്കുകയാണ്. ഇത്രയും ഈ ഓട് മുതൽ സകല സൈഡും എല്ലാം ഈ ജോലി ചെയ്തത് ശബരിമല വെച്ചിട്ടാണല്ലോ. അപ്പം ആ ജോലി വീണ്ടും ആ വിദഗ്ധ തൊഴിലാളികളെ കൊണ്ടുവന്ന് ശബരിമലയെ വെച്ച് തന്നെ ചെയ്യാമായിരുന്നു. ഇത് പുറത്തു കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷേ ഈ വനനിയമം അനുസരിച്ച്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വനനിയമം അനുസരിച്ച് മെർക്കുറിയൊക്കെ വനത്തിൽ കൊണ്ടുവരുന്നതിന് ചില കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നിയമത്തിൻ്റെ തടസ്സങ്ങളുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, അപ്പം നേരത്തെ എങ്ങനെയാണ് മെർക്കുറി കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് അതിലെ ആ നിയമം കൂടുതൽ കർക്കശമായ ഒരു സാഹചര്യമായിരിക്കാം ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ സംഭവിച്ചത്. പക്ഷേ ഈ പുറത്തേക്ക് കൊണ്ടുപോകുന്നതോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അറിഞ്ഞതല്ല. അതിൻ്റെ കൂടുതൽ ക്ലാരിറ്റിയാണ് ഇപ്പോൾ വന്നത്. ദേവസ്വം ബോർഡ് വേണ്ട എന്ന് പറഞ്ഞ കാര്യം മറികടന്ന് ഇയാളുടെ കയ്യിൽ കൊടുത്തുവിട്ടത് ഉദ്യോഗസ്ഥരാണ്. അതാണ് ജയശ്രീ ചെയ്തത്. ഞാൻ അതിന്റെ സാങ്കേതികത്വം കൂടി സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇപ്പോൾ പുറത്തു കൊണ്ടുപോയത് പൂർണ്ണമായ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇതിനകത്ത് പറ്റിയത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ കേരളത്തില് സ്വർണ്ണ ആഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു ക്ഷേമനിധി ബോർഡുണ്ടല്ലോ, സർക്കാർ അണ്ടർടേക്കിങ്ങിലുള്ള അതിവിദഗ്ധ തൊഴിലാളികളാണല്ലോ അതിൽ അംഗങ്ങളായിട്ടുള്ളത്. സർക്കാർ സംവിധാനത്തിലുള്ളവരെ ഈ ഉദ്യോഗസ്ഥർക്ക് സമീപിക്കാമായിരുന്നല്ലോ. അവരെന്തുകൊണ്ട് അത് ചെയ്തില്ല? ഇതിനകത്ത് വേറൊരു സംഭവം ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്. ഈ വിഗ്രഹം ഉണ്ടാക്കുന്നത് വരെ ഈ ചെയ്യുന്ന ആശാരിക്ക് സ്വർണ്ണപ്പണിക്കാരനൊന്നും ഒരു അയിത്തവും ഇല്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറെ അതിൻ്റെ ആൾക്കാർ പിന്നെ അത് തൊടാൻ പാടില്ല. ആ ഒരു സംഭവം കൂടെ ഇതിനകത്തുണ്ട്. ഈ രാഷ്ട്രീയക്കാരത് മനസ്സിലാക്കണം. ഈ എന്തും പടച്ചു വിടാം. സ്വർണ്ണപ്പാളി എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ മനസ്സിലായില്ലേ? മനസ്സിലാകുന്ന തരത്തിലാണ് ഞാൻ സംസാരിച്ചത്. അതെ, അത് ശരിയാണ്. പക്ഷേ ഈ പണി തീരെ ആശാരി ദൂരെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് മറ്റൊരു വിഷയമാണ്. അത് യഥാർത്ഥത്തിൽ സർക്കാരിനോ രാഷ്ട്രീയക്കാർക്കോ അതിലൊന്നും ചെയ്യാനും ആകാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അങ്ങനെയാണ് വിശ്വാസവും ആചാരങ്ങളും, മേധാവിത്വം, അങ്ങനെയാണ് ആചാരങ്ങളൊക്കെ പടുത്തി വരുത്തുക. അപ്പോൾ സ്വാഭാവികമായും അത് മറ്റൊരു വിഷയമാണ്, അത് മറ്റൊരു വേദിയുമാണ്. ഞാൻ താങ്കളോട് തന്നെ ചോദിക്കുന്നു, അപ്പോൾ ഈ സ്വർണത്തിൻ്റെ ഈ തകിടുകൾ ഒട്ടിച്ചത് കൈകൾ പതിയുമ്പോൾ സ്വാഭാവികമായി ഇളകിപ്പോകാം. നാണയങ്ങൾ എറിയുമ്പോൾ, നെയ്യ് വീഴുമ്പോഴൊക്കെ സ്വാഭാവികമായും അത് ആവാം. അതാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു പൂശലിനോ അല്ലെങ്കിൽ വീണ്ടും അത് ക്ലാഡ് ചെയ്യാനോ ഒക്കെ കൊടുക്കാനുള്ള കാരണം ഉണ്ടായത്. പക്ഷേ ഈ സ്വർണത്തിൻ്റെ അംശങ്ങൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത്തരം ഒരു പ്രക്രിയയിൽ തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എടുത്തതാണല്ലോ ഈ സ്വർണം. അതാണല്ലോ 404 ഗ്രാം 74.9 ഗ്രാം ഈ കൽപേഷിന്റെ ഒക്കെ കയ്യിൽ എത്തിച്ചത്. ഈ ഉണ്ണികൃഷ്ണൻ ഇത്ര മൈന്യൂട്ടായിട്ടൊന്നും ഈ വെയിറ്റ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ ചെമ്പ് തകടിൽ തേച്ച് പിടിപ്പിച്ച സ്വർണം അങ്ങനെ പൂർണ്ണമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും മറ്റേ മെർക്കുറി പ്രോസസ്സിങ്ങിലൂടെ പറ്റുള്ളൂ. മെർക്കുറി പ്രോസസ്സിങ്ങിലൂടെ പറ്റുമ്പം അതിനകത്ത് കുറച്ച് മൂല്യച്ഛേദനം വരും. ആ മൂല്യച്ഛേദനം പോയിട്ട് ബാക്കിയുള്ള ഗോൾഡ് മാത്രമേ എടുക്കാൻ ചാൻസ് ഉള്ളൂ.
പക്ഷേ അത് വേണ്ട, നമ്മൾ നേരത്തെ ചെയ്ത ആളുകളെ വെച്ച് ആ സ്ഥലത്ത് വെച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ പോയ ഭാഗത്ത് മാത്രം, ഇതിപ്പോൾ പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് പൂർണ്ണമായിട്ട് കളർ ചെയ്ത് കൊണ്ടുവച്ച സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് ഉദ്യോഗസ്ഥർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, പിന്നെയും സ്വർണം പൂശിയിരിക്കുന്നു. അതായത് പൂശി- അതെ. 989 ഗ്രാം ആണ് ഈ കണക്കിലുള്ളത്. അതിൽ 474.9 ഗ്രാം ആണ് കുറവുള്ളത്. അതെ, അതാണ് ഈ പോറ്റി കൊണ്ടുപോയതും കൽപേഷിന്റെ കൊടുത്തതായി ഇപ്പോൾ തെളിയുന്നത്, ഇപ്പോൾ വെളിവാകുന്നത്. ആ പൂച്ചെന്ന് പറയുന്നത് ഇവർ പറയുന്ന കണക്ക് തെറ്റാണ്. നമ്മൾ ചെയ്യുമ്പം ഒരു 10 ഗ്രാം സ്വർണം ഒന്നിൽ പിടിപ്പിക്കാന്ന് വെച്ചോളൂ. ഈ സാധനം ഒരു 10 വർഷം കഴിഞ്ഞു, ഞാൻ പറഞ്ഞതുമാതിരി തേയ്മാനം സംഭവിച്ചു. ആ 10 ഗ്രാം സ്വർണവും അതിൽ കിട്ടുമെന്ന് വിശ്വസിക്കരുത്, കുറവുണ്ടാവും. അങ്ങനെ വരും. പക്ഷേ ഇവർ പുറത്തു കൊണ്ടുപോയി മൈക്രോ പ്ലേറ്റിങ്ങോ ഇലക്ട്രോ പ്ലേറ്റിങ്ങോ ചെയ്താൽ അറിയാൻ പറ്റില്ല, എല്ലാം ഒന്നുപോലെ ഇരിക്കും. പക്ഷേ ഇത് മറ്റത് 10 വർഷം ഇരിക്കുകയാണെങ്കിൽ ഇത് 2 വർഷം കൊണ്ട് ഇത് സാധനം ഇല്ലാതായി പോകും. ശരി, അതിൻ്റെ സാങ്കേതികത്വമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്, ശ്രീ ശങ്കർ സുബ്രഹ്മണ്യം. ശ്രീ എ സജീവൻ, ഇവിടെ നോക്കൂ, ഇത് ഏത് വിധത്തിലായാലും ഇതിനകത്തൊരു മാൽ പ്രാക്ടീസ്, ഇവിടെ കോടതി നിരീക്ഷിച്ചതുപോലെ ഒരു മാൽ പ്രാക്ടീസ് നടന്നിരിക്കുന്നു. പക്ഷേ ആ മാൽ പ്രാക്ടീസിൻ്റെ കാരണമെന്ന് പറയുന്നത് ദേവസ്വം ബോർഡോ ഒന്നുമല്ല. ഇപ്പോൾ എ പത്മകുമാറൊക്കെ പറയുന്നു അവിടുത്തെ സ്ട്രോങ് റൂം പോലും അദ്ദേഹം കണ്ടിട്ടില്ലെന്ന്. ശരിയാണ്, അതിൻ്റെ ക്രമം അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നയപരമായി ഇവർക്കൊരു ദിശ നൽകുകയല്ലാതെ ഈ വിഷയങ്ങളിലൊന്നും ഒരു വിധത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. ഇപ്പോൾ ആദ്യത്തെ ഈ മഹസറിൽ ഒപ്പിട്ടവരിൽ, ഉദ്യോഗസ്ഥർക്കൊപ്പം ഒപ്പിട്ടവരിൽ തന്ത്രിയുമുണ്ട്, മേൽശാന്തിയുമുണ്ട്. അവർ സ്വാഭാവികമായി സാങ്കേതികമായി ഒപ്പിട്ടവരായിരിക്കും, അവർക്ക് ഇതിനകത്ത് പങ്ക് കാണണമെന്നില്ല. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ബോധപൂർവം ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തെ, നയപരമായ തീരുമാനത്തെ, നിർദ്ദേശത്തെ മറികടന്ന് ഇത് പ്രായോഗികവൽക്കരിക്കുന്ന ഈ ഉദ്യോഗസ്ഥരാണല്ലോ. ഈ ഉദ്യോഗസ്ഥർ ആ തീരുമാനത്തെ മറികടന്നത് കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവായ ആ വാർത്ത പുറത്തുവിട്ടതാണ്. ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മറ്റൊന്നാണ്, പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തെ അട്ടിമറിച്ച് ഈ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് ഈ പോറ്റിയുടെ കയ്യിൽ നൽകുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ പങ്കുണ്ട് എന്ന് ബോധ്യമാകുന്ന അവിടെയാണ് മുരാരിക്കെതിരെ ഇപ്പോൾ തന്നെ നടപടിയെടുത്തതും ഈ 9 ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടി എടുക്കുന്നതിലേക്ക് നീങ്ങുന്നതും. പോലീസിലേക്ക് കാര്യങ്ങളെത്തി, ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഒരുപക്ഷെ അറസ്റ്റിലാകാം, അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ ഇവിടെ വീഴ്ച പറ്റിയിരിക്കുന്നത് എവിടെയാണ് കൃത്യമായി പറഞ്ഞാൽ? ഒരുപക്ഷെ രാഷ്ട്രീയ ഗിമ്മിക്കിന് ആ ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡിനെയോ ഒക്കെ പഴിചാർത്തി പറയാം. പക്ഷേ അതിൻ്റെ സൂക്ഷ്മ തലത്തിൽ, പ്രത്യേകിച്ച് ഇത് സാധാരണഗതിയിലുള്ള ഒരു ബോഡിയല്ല, ആചാരവും വിശ്വാസവും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ദേവസ്വം ബോർഡിൻ്റെ പരിമിതി, അവിടെ ഉദ്യോഗസ്ഥർ നടത്തിയ വീഴ്ചകൾ, ക്രമക്കേടുകൾ, ഇതൊക്കെ എത്തിച്ചേർന്ന രീതികളൊക്കെ താങ്കൾക്ക് ബോധ്യമാകുന്നില്ലേ? അഹിംഷാദ് വീഴ്ചയല്ല. വീഴ്ച എന്ന് പറഞ്ഞാൽ അറിയാതെ പറ്റിപ്പോകുന്നൊരു കാര്യമാണ്. ഇത് വീഴ്ചയല്ല, ഇത് വളരെ ബോധപൂർവം, താങ്കൾ തന്നെ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡ്, അതായത് ഭരണസമിതിയുടെ അവർക്കാണുള്ള പൂർണ്ണ ഉത്തരവാദിത്തമുള്ള, അവരെടുത്തൊരു തീരുമാനത്തെ മറികടന്നുകൊണ്ട് ആ മിനിറ്റ്സിൽ മാറ്റിയെഴുതുന്നു. അതൊരു ചതിയാണ്, വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു തെഫ്റ്റാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാണത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ഓരോ കാര്യം ചെയ്യുന്നു, ചെമ്പ് തകിടെന്ന് എഴുതി ചേർക്കുന്ന ഇവരാണ്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഇപ്പം പത്മകുമാറുള്ള സമയത്തോ പ്രശാന്തുള്ള സമയത്തോ വാസുള്ള സമയത്തോ അവരെഴുതി ചേർത്തല്ല അത്, അല്ലെങ്കിൽ തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ എഴുതി ചേർത്തല്ല. ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെമ്പ് തകിടാണ് എന്ന് എഴുതി ചേർക്കുന്നത്. അപ്പൊ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇങ്ങനെ പരിശോധിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ഒരിക്കൽ പോലും ദേവസ്വം ബോർഡ് നോക്കില്ല. കാരണം അവർ തീരുമാനം എടുക്കും. മിനിറ്റ്സ് എഴുതുന്ന ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കില്ല, അതുമായി ബന്ധപ്പെട്ട മറ്റു മെമ്പർമാരും ആരും ആയിരിക്കില്ല, ഉദ്യോഗസ്ഥന്മാരായിരിക്കും. അവർ അതിന്റെ കൂടെ 2 വരി കൂടി ചേർക്കുന്നു. അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഇതൊരു വീഴ്ചയല്ല, വളരെ ബോധപൂർവമായ ഒരു തെറ്റാണ്, കളവാണ്, മോഷണമാണ്. ആ മോഷണത്തിന് വേണ്ടിയുള്ള, ആ മോഷണം പുറത്തു വരാതിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാണ് ഈ മിനിറ്റ്സിൽ വരുത്തിയിട്ടുള്ള മാറ്റം. അതിനുശേഷം ഈ തരത്തിൽ ചെമ്പ് തകിട് എന്ന് എഴുതി ചേർത്ത കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇപ്പൊ വസന്ത് ഇവിടെ പറഞ്ഞ പോലും എനിക്ക് അദ്ദേഹം തെറ്റിദ്ധരിച്ചാണ്. എനിക്ക് ഉള്ള അറിവ് വെച്ചുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും അതാണ് ശരിയെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ രേഖകൾ നോക്കണം. പക്ഷെ എനിക്കുള്ള അറിവ് അനുസരിച്ച്, അല്ലെങ്കിൽ പഴയ പ്രസിഡന്റ് ആയിരുന്ന വാസു പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചുകൊണ്ട്, ഇത് ദേവസ്വം ഖജനാവിലെ ദേവസ്വത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുത്തിട്ടില്ല പൂശാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഒരു സ്പോൺസർ ആയിട്ട് മറ്റു പല ആളുകളുടെ അടുത്തൊക്കെ കാശ് വാങ്ങിയിട്ട്
ഞാൻ പൂശിത്തരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപാധിയുമായി ചെല്ലുകയാണ്. അപ്പം അത് കാലാകാലങ്ങളായി അയാൾ അവിടെ ചെയ്യുന്നതാണ്. മാത്രമല്ല അയാൾ ഈ മേൽശാന്തിയുടെ സഹായിയായി എത്തിയ ശാന്തി കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിലും വിശ്വാസമായി ബന്ധിതമാണ് അയാൾ. പറയൂ. അതെ, അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ മൈക്രോപ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്തൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ അദ്ദേഹം പറയുന്നു. ഇവിടുന്ന് സ്വർണ്ണം ദേവസ്വത്തിന്റെ ഖജനാവിൽ നിന്നുള്ള സ്വർണം കൊണ്ടുപോയിട്ടില്ല പൂശുന്നത്. അവിടെയാണ് ബസന്ത് പറഞ്ഞതിൽ പ്രശ്നം. ദേവന്റെ ഈ ആഭരണം അല്ലെ ദേവന്റെ സ്വത്ത് അത് പോവാൻ അത് പിന്നെ എന്താണ് വാസുവിന് അധികാരം അത് കൊടുക്കാൻ എന്ത് വാസുവിന് അധികാരം? അദ്ദേഹം നേരത്തെ ഉണ്ടാക്കി അദ്ദേഹം സ്പോൺസർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം എവിടുന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള സ്വർണത്തിൽ കുറച്ച് ബാക്കി വന്നു. അത് ചില വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കത്ത്, ഞാൻ ഇത് എത്രയും സത്യസന്ധനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തൊരു കാര്യമാണ്. ഞാൻ സ്പോൺസർ ചെയ്യാൻ വിചാരിച്ചാൽ പൂർണ്ണമായിട്ടും വേണ്ടിയൊന്നുമില്ല, ബാക്കിയുള്ളത് ചില ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് കൊടുക്കണം, അത് നിങ്ങൾ കൂടി സമ്മതിക്കണം എന്ന രീതിയിലൊരു അത് ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവൃത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ സ്പോൺസർഷിപ്പിലൂടെ അദ്ദേഹം ശബരിമലയ്ക്ക് സംഭാവനകൾ നൽകുന്നതും അങ്ങനെയാണ്. ആ സ്വഭാവത്തിലാണ് ഇതും പറയുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത് ബസന്ത് വിചാരിച്ച പോലെ ഇവിടെ ദേവസ്വത്തിന്റെ സ്വർണം കൊണ്ടുപോയിട്ട് അത് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന പ്രശ്നമല്ല. അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അതാണ് വാസു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്വർണം അത് ബാക്കി വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അദ്ദേഹമാണെന്ന് വാസുവിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അത് ശരിയാണ്. ഞാൻ സ്പോൺസർ ചെയ്യുന്നു, അതിൽ ബാക്കി വന്ന സാധനം പിന്നീട് ഞാൻ എന്ത് ചെയ്യണം ചോദിക്കേണ്ട കാര്യം പോലില്ല. സ്വർണം പൂശി കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം ചെയ്തു എന്ന് എത്തുമ്പോൾ പിന്നീട് ബാക്കി എന്റെ കയ്യിൽ ഞാൻ എടുത്തതിൽ കുറച്ച് ബാക്കി സ്വർണ്ണമുണ്ട്, അത് എന്ത് ചെയ്യട്ടെ എന്ന് സ്പോൺസർ ചോദിക്കേണ്ട കാര്യം പോലും. കാരണം അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഉപാധി എന്ന് പറയും സ്വർണം പൂശി കൊടുക്കാന്നാണ്. പക്ഷെ ഇത് വളരെ തന്ത്രപരം, ഈ വെട്ടിപ്പിനെ മറച്ചു വെക്കാൻ കുറെ കൂടി സത്യസന്ധത കാണിക്കാൻ, സത്യസന്ധനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിലൊരു താങ്കൾ പറഞ്ഞ പോലെ ഇതൊരു വീഴ്ചയല്ല, കൃത്യമായ തിരക്കഥയോട് കൂടിയിട്ട് നടത്തിയിട്ടുള്ള തിരക്കഥ എന്നാണ് ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിന് ഇത് കളവാണല്ലോ, കളവൊരു തിരക്കഥ ഒന്നുമല്ലല്ലോ. വളരെ ബോധപൂർവം ചെയ്തിട്ടുള്ള ഒരു ഒരു തെഫ്റ്റാണ്. ആ തെഫ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവിടെ നമ്മൾ രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടാവാതിരിക്കാൻ ഇവരുടെ ഞാനിപ്പോ ഒരു INDUC ആണോ മറ്റുള്ള അതൊന്നും ഞാൻ പറയുന്നത് അതാണ് വസന്ത് അതാണ് വേണ്ടത്. കാരണം ഇപ്പോൾ ജയശ്രീ ആയാലും മുരാരി ബാബു ആയാലും KS ബൈജു ആയാലും അടക്കമുള്ള ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡിൻ്റെ നയപരമായ തീരുമാനങ്ങളെയും നിർദ്ദേശങ്ങളെയും മറികടന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇടപെട്ട് ഇത്തരത്തിലൊരു സംഭവം ചെയ്യുമ്പോൾ, അത് ദേവസ്വം വിജിലൻസിൽ തെളിയുമ്പോൾ, അത് കോടതിക്ക് ബോധ്യമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്തതിന് പകരം ഇതിനകത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന രാഷ്ട്രീയം ശരിയാണോ? അതാണ് ആ ചോദിച്ചതിൻ്റെ മറുമൊഴി. അല്ല, ഗുരുതരമായ 3 പ്രശ്നങ്ങൾ. ഒന്ന് സജീവൻ സാർ പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വെളിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം സ്പോൺസർ ആവുമ്പോൾ ആ സ്പോൺസറിന് ഈ പറയുന്ന സ്വത്ത് അത് അയാളുടെ തന്നെ സ്വത്താണ്. ആ സ്വത്ത് എന്ത് ചെയ്യണമെന്ന് ദേവസ്വം ബോർഡിനോട് ചോദിക്കേണ്ട പോലും കാര്യമില്ല. നിയമപരമായി അതിൻ്റെ അകത്തൊരു ഒരു പ്രശ്നമുണ്ട്, ഒരു പിശകുണ്ട്. അതായത് ഞാൻ ശബരിമലയിൽ ഒരു സ്വത്തിന്റെ സ്പോൺസർ ആവാൻ എന്താണ് മാനദണ്ഡം എന്നുള്ളത് സർക്കാരാണ് പറയേണ്ടത്. ഇനി ഞാൻ അങ്ങനെ സ്പോൺസറായി സർക്കാർ അനുവദിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ സ്പോൺസർ ആവുമ്പോൾ ഞാൻ പറയുകയാണ് സർക്കാരിനോട്, വളരെ കൃത്യമായി ശ്രദ്ധിക്കണം, ഞാൻ പറയുകയാണ് സർക്കാരിനോട്, ഞാൻ സ്പോൺസർമാരെ കണ്ടെത്തി ഈ സ്വർണം ഞാൻ ഈ പറയുന്ന ദ്വാരപാലക ശില്പം, ഞാൻ അതിലൊരു വലിയ പ്രശ്നം തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ദ്വാരപാലകരെ ഹിന്ദു വിശ്വാസ പ്രകാരം ദൈവമായി തന്നെയാണ് കാണുന്നത്. അതായത് ഡെയ്റ്റിയുടെ ശില്പം തന്നെയാണ് ദ്വാരപാലക ശില്പം. അത് ശബരിമല സന്നിധാനം വിട്ട് പോകാനേ പാടില്ല. ഒന്നാമത്തെ പ്രശ്നമാണ്. അത് ശില്പം പോയിട്ടില്ലല്ലോ, അതിനെ പൊതിയുന്ന പാളികളല്ലേ പോയിട്ടുള്ളൂ. സന്നിധാനം വിടാൻ പാടില്ല. അജിം സാബ് അങ്ങേക്കോ എനിക്കോ അത് പറയാൻ പറ്റില്ല, അത് ദേവപ്രശ്നമാണ്. അല്ല, തന്ത്രിയും മേൽശാന്തിയും ഒക്കെ ഉണ്ട് അവിടെ. അല്ല, ഇതിന്റെ ഒക്കെ ആധികാരികത തന്ത്രിക്കാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ തന്ത്രിക്കാണ് ആധികാരികത, അവസാന വാക്ക്. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമേ അവിടെ എന്തും ചെയ്യാനാകൂ. അപ്പോ വിശ്വാസപരമായ കാര്യങ്ങൾ ആണെങ്കിലും അത് തെറ്റാണ്. ദ്വാരപാലകരെ അതെങ്ങനെ താങ്കൾ പറയും തന്ത്രി എടുക്കുന്ന തീരുമാനം തെറ്റാണ്? അപ്പോ വിശ്വാസപരമായി ശരിയല്ല. ഞാൻ പറയും, അല്ല, എനിക്ക് അത്രമാത്രം വിദ്യാഭ്യാസം ഇല്ല എന്ന് അങ്ങ് കരുതിക്കോളൂ. അല്ല, അങ്ങനെ പറഞ്ഞില്ല. താങ്കൾ ഒരു അഡ്വക്കേറ്റ് അല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അതായത് വിശ്വാസ സംബന്ധിയായ കാര്യത്തിന് ഇനി
ഇനി അഡ്വക്കേറ്റ് അല്ല, കളക്ടർ അല്ല, ആർക്കായാലും ഇടപെടാൻ. പക്ഷെ തന്ത്രിക്ക് പറ്റും. തന്ത്രിയാണ് അവിടുത്തെ പിതൃ എന്താണ് അതിന്റെ ഒരു ആ അർത്ഥത്തിൽ ആചാരത്തിന്റെ. അജിംഷാദ് ദ്വാരപാലകരെ അല്ലെങ്കിൽ ഈ ചർച്ചയിലുള്ള മറ്റ് ഹൈന്ദവ വിശ്വാസമുള്ളവർ പറഞ്ഞത് ദ്വാരപാലകരെ ഹിന്ദു വിശ്വാസ പ്രകാരം ഡേറ്റ് ആയി തന്നെയാണ് കാണുന്നത്. ആ ഡേറ്റ് സന്നിധാനം വിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വിശ്വാസപ്രകാരമായി അയ്യോ ഡേറ്റ് ആ ദ്വാരപാലകരെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ലെന്നേ. തൂങ്ങണ്ട അങ്ങനെ തൂങ്ങണ്ട നിക്ക്. അല്ല, ദ്വാരപാലകരെ കൊണ്ടുപോയിട്ടില്ല, അങ്ങാണ് അതിൽ തൂങ്ങുന്നത്. ദ്വാരപാലകരെ പൊതിയുന്ന പാളികളല്ലേ ഇത്, എന്റെ അറിവ് ശരിയാണെങ്കിൽ. അതുകൊണ്ടാണ് അല്ലാതെ ദ്വാരപാലകനെ അല്ലേ സന്നിധാനത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയത്? അല്ലെന്നേ, അതിലെ പാളികളാണ്, അതിനെ പൊതിയുന്ന പാളികളാണ്. എന്റെ അജിംഷാദ്, ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ 14 12 പാളികൾ. ഞാൻ സംശയം തീർക്കാം. ശ്രീ ശങ്കർ സുബ്രഹ്മണ്യം അതല്ലേ, അങ്ങനെയല്ലേ? ശരി. ദ്വാരപാലകരുടെ പുറത്ത് വെച്ചിരിക്കുന്ന ഞാൻ പറഞ്ഞ പാളിന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് അങ്കി, സാധനം, അയാളുടെ അല്ലാതെ ആ പ്രതിഷ്ഠയെ അവിടുന്ന് കൊണ്ടുപോകുന്നില്ലല്ലോ, അദ്ദേഹത്തിന്റെ ഡ്രസ്സാണ്. ആ ക്ലാഡിംഗ് ശില്പത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ശില്പത്തിന്റെ ഭാഗമല്ല, അത് ശില്പത്തിന്റെ ഭാഗമാവാൻ ഇല്ല. ശില്പം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ഓക്കെ, അത് ഒരു ഈ ദേവശില്പം ചെയ്യുന്നവരാണ്, അവരാണ് പറയുന്നത്. പറയൂ, താങ്കൾ കംപ്ലീറ്റ് ചെയ്യൂ. വസന്ത് കംപ്ലീറ്റ്. ഞാൻ അരിയെന്ന് പറയുമ്പോൾ അങ്ങ് പയറെന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഏതായാലും സജീവൻ സാറിന് ഉത്തരം പറയാം. അതായത് അങ്ങനെ ഒരു ഞാനിപ്പോ സ്പോൺസർ ആവുന്നു, ഞാൻ ആ സ്പോൺസർ ആവുന്ന ഞാൻ പറയുകയാണ്, ഞാൻ കുറച്ച് സ്പോൺസർമാരെ കണ്ടെത്തി സ്വർണം കണ്ടെത്തി പ്ലേറ്റ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെത്തുന്ന സ്പോൺസറായ അജിംഷാദ് 10 പവൻ സ്വർണം തരുന്നു, എനിക്ക് 9 പവനെ വേണ്ടി വന്നുള്ളൂ. അജിംഷാദ് അത് സ്പോൺസർ ചെയ്യുന്നത് ശബരിമല സന്നിധാനത്തിനാണ് എന്ന വിശ്വാസത്തിലാണ്. ശബരിമല സന്നിധാനത്തെ ഈ പറയുന്ന ദ്വാരപാലകരെ തങ്കം പൂശാനാണ് എന്ന വിശ്വാസത്തിലാണ്. അപ്പൊ സ്വാഭാവികമായും അങ്ങ് സമർപ്പിച്ചത് അത് ശബരിമലയ്ക്കാണ്, അതായത് അങ്ങ് സമർപ്പിച്ചത് ദേവസ്വം ബോർഡിനാണ്. അപ്പോൾ സബ് സ്പോൺസേഴ്സ് എന്ന് നമുക്ക് ഉപയോഗിക്കാം നിയമപരമായി. ആ സബ് സ്പോൺസേഴ്സ് കൊടുത്തിരിക്കുന്നത് പോലും മെയിൻ സ്പോൺസറിനല്ല, അത് ശബരിമലയ്ക്കാണ്. സ്വാഭാവികമായും ആ സ്വത്ത് എന്ത് ചെയ്യണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നിയമപരമായി ചോദിച്ചേ മതിയാവുകയുള്ളൂ. എൻ വാസു അതിന് അടിക്കുറിപ്പ് എഴുതേണ്ട കാര്യമില്ല, അത് ഇവിടെ കൊണ്ടുപോവാ എന്ന് തന്നെ പറഞ്ഞേ മതിയാവൂ. അതുകൊണ്ടാണ് കോടതി ആ വിഷയത്തിൽ സുവോമോട്ടോ കേസാണ്. നേരത്തെ അജിംഷാദ് അങ്ങ് വലിയ കാര്യമായി പറഞ്ഞു കേട്ടു, ഞങ്ങളുടെ കേസ് അല്ല, സുവോമോട്ടോ സ്വമേധയാ എടുത്ത കേസ്. കോടതിക്ക് ഇപ്പോൾ ഇറക്കിയ ഉത്തരവിന് നിദാനമായ അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് അംഗീകരിച്ച ദേവസ്വം ബോർഡ് സമർപ്പിച്ച ആവശ്യമാണ് യഥാർത്ഥത്തിൽ കോടതി അംഗീകരിച്ചത്. കാരണം ഇങ്ങനെ ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡാണ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡാണ്. മാത്രമല്ല, താങ്കൾ ഈ പറഞ്ഞത് അതിൽ അർത്ഥം ശരിയാണുള്ളത്. കാരണം ഒന്ന്, ശബരിമലയ്ക്ക് സ്പോൺസർ ചെയ്യുന്നത് ശബരിമലയുടെ സ്വത്താണ്, ശരിയാണ്. പക്ഷേ ഈ സ്പോൺസർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പക്കലുള്ള അദ്ദേഹം സ്പോൺസർ ചെയ്യുന്നതാണ് ശ്രീ എ സജീവൻ പറഞ്ഞത്. അദ്ദേഹം സ്പോൺസർ ചെയ്ത സ്വർണത്തിൽ ബാക്കി വരുന്നത് എടുത്ത് ഉപയോഗിക്കാൻ ഒപ്പീനിയൻ തേടുന്നതും താങ്കൾ ഈ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രശ്നമില്ല. അതായത് അദ്ദേഹം മെയിൻ സ്പോൺസറായാണ് നിയമം അദ്ദേഹത്തെ കണ്ടത്. സബ് സ്പോൺസേഴ്സ് ഉണ്ട്. സബ് സ്പോൺസർ ഒരു സ്വത്ത് കൊടുക്കുന്നത് സ്പോൺസർ ചെയ്യുന്നത് മെയിൻ സ്പോൺസറിന് വേണ്ടി അല്ല, അത് ആ ഡേറ്റിക്ക് വേണ്ടിയാണ്. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ കേസ് നിൽക്കില്ലല്ലോ. അജിംഷാദിന്റെയും സജീവൻ സാറിന്റെ വാദം അംഗീകരിച്ചാൽ ഹൈക്കോടതി ഇപ്പൊ എടുത്തിരിക്കുന്നത് ജുറിസ്ഡിക്ഷന് വെളിയിലുള്ള ഇതിനകത്ത് ശരി. ഞാൻ പ്രകാശ മാസ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു ഇടവേള വേണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വശങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നൊരു ഷെയ്ഡി ക്യാരക്ടർ അല്ല, സ്പോൺസറാണ്. സ്വാഭാവികമായും അയാൾ സത്യസന്ധതയുടെ ഭാഗമായി ഇത്തരത്തിൽ ഒപ്പീനിയൻ വരെ തേടുകയാണ്. ബാക്കി വരുന്ന സ്വർണം കോർഡിനേഷനുമായി ഇങ്ങനെ ഒരു മുഖമാണ്. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ച ആരോപണങ്ങളാണല്ലോ വെള്ളം തൊടാതെ എടുത്ത് പ്രതിപക്ഷ നേതാവ് നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഉപയോഗിച്ചത്. അന്ന് പ്രതിപക്ഷ നേതാവിന് അപ്പോൾ അറിയാമായിരുന്നു ഇയാൾ ഇത്തരത്തിലൊരു കപടനാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രകാശം മാസ്റ്റർ പറഞ്ഞ കാര്യം കൂടുതൽ വ്യക്തമാവുകയല്ലേ? അല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി മിടുക്കനാണ്, അതുകൊണ്ടാണ് അവന് സതീശന്റെ പേര് വന്നപ്പോ മിടുക്കനായി. സതീശന്റെ പേര് വന്നപ്പോ മിടുക്കനായി. അതുവരെ പോറ്റിക്ക് ഉള്ള എല്ലാ കാപട്യങ്ങളും
അറിയാവുന്ന ആളായി മാറ്റി. എന്തൊരു 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 മൊഴിമാറ്റമാണ്, എന്തൊരു വഴക്കമാണ് വസന്തത്തിന്. ശ്രീ പ്രകാശം മാസ്റ്റർ, അതായത് ഒരു ഷെയ്ഡി സ്വഭാവവുമില്ലാതെ മേൽശാന്തിയുടെ സഹായിയായി എത്തി അവിടെ ശബരിമലയ്ക്ക് സ്പോൺസർമാരെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് നൽകുന്ന, ശബരിമലയ്ക്ക് സംഭാവനക്കാരെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ഒരു വളരെ ഭക്തനായ ഒരു പോറ്റിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് അവിടെ ആ സ്വാതന്ത്ര്യത്തെ കൃത്യമായി അയാൾ ഉപയോഗിക്കുകയായിരുന്നു ചെയ്തത്. അതിന് കൂട്ടുനിൽക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ ചെയ്തത്, അതും ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശങ്ങളെ മറികടന്ന്. അപ്പോൾ പക്ഷേ അയാൾ ഷെയ്ഡി ക്യാരക്ടറാണെന്ന് അറിഞ്ഞതിന് ശേഷവും ആ അർത്ഥത്തിൽ സംശയത്തിൻ്റെ നിലയിൽ എത്തിയതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രതിപക്ഷ നേതാവിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാം. എന്നിട്ട് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്ന് അവതാരമായി കാണാത്ത കാലത്ത് ഉപയോഗിച്ചതിനെ സംബന്ധിച്ചുള്ള ധാർമ്മികതയാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ വിഷയത്തിൽ നെല്ലും കല്ലും തിരിയുമ്പോൾ അവസാനമായി ശ്രീ പ്രകാശം മാസ്റ്റർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി കൊണ്ടുവരുന്നതിൽ അക്കാലത്തെ UDFന്റെ ബോർഡിനുള്ള പങ്ക് സംബന്ധിച്ചെല്ലാം ഒരുപാട് വാർത്തകൾ ഇതിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഇടയ്ക്കൊരു ചർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ പോലുമുള്ള ഒരു തത്രപ്പാട് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എത്രമാത്രം ഗുരുതരമായൊരവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഒന്ന്, അവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ താങ്ങി നടന്നത് ആഗോള അയ്യപ്പ സംഗമം തകർക്കാനും കേരളത്തിലെ ഗവൺമെൻറ്റിനെ അവമതിക്കാനുമുള്ള ഒരു സിമ്പിളായിട്ട് അദ്ദേഹത്തെ ഉപയോഗിക്കാം എന്നുള്ള നിലക്കാണ്. അതിനിടയിൽ തന്നെ പൊളിഞ്ഞല്ലോ. ഇവിടെ അത് സംബന്ധിച്ച അന്വേഷണത്തിൽ വിജിലൻസ് ആണ് കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളുടെ വീട്ടിലാണ് ഈ പറയുന്ന പീഠമുള്ളത് എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നീതിന്യായ ഇവിടെ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഈ വിഷയം സംബന്ധിച്ച് ക്രമക്കേട് അന്വേഷിക്കാൻ ആരോടാണ് ഹൈക്കോടതി ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്? വിജിലൻസ് കമ്മീഷണറോടാണ്. അതുപോലെ തന്നെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോഴത്തെ അന്വേഷണം, ഇന്നത്തെ തീരുമാനം എന്താണ്? SIT അന്വേഷിക്കണം എന്നാണ്. ADGP ക്രൈമിൻ്റെ നേതൃത്വത്തിലുള്ള SIT അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞിടത്തേ അല്ല കാര്യം നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവരുദ്ദേശിച്ചത് എന്താ? ഇവിടെയുള്ള നിലവിലുള്ള ബോർഡിനെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടിയാണല്ലോ അവർ ആദ്യം ആരംഭിച്ചത്. പക്ഷേ നിലവിലുള്ള ബോർഡും അതിൻ്റെ ചെയർമാനും ഒക്കെ എന്താണ് ഉണ്ടായത് തന്നെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അതിന് വിശദാംശങ്ങളോടുകൂടി നാട്ടിലാകെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നെ ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് യാതൊരു മാർഗവുമില്ല. 2019 കാര്യം സംബന്ധിച്ചുകൊണ്ട് പിന്നെ ആക്ഷേപം ഉന്നയിച്ചു. ആ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടപ്പോൾ എന്താ എടുത്തിരിക്കുന്ന നിലപാട്? ഇവിടെ LDFന്റെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും എടുത്തിരിക്കുന്ന നിലപാട് അത് അന്വേഷിക്കണമെന്നാണ്. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏത് നിലക്കുള്ള അന്വേഷണവും ഹൈക്കോടതി തീരുമാനിച്ചാൽ ഞങ്ങൾ പിന്തുണക്കുമെന്നാണ്. ഹൈക്കോടതി ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസിനെ തന്നെ SIT തന്നെ അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഈ കേരളത്തിലുള്ള ഈ സംവിധാനത്തിൽ വിശ്വാസത്തെയാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളത് ആർക്കാ മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തത്? അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റാവുന്ന ഒരുപാട് പുതിയ കാര്യങ്ങൾ വന്നിരിക്കുന്നു. അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ബോർഡിന് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ട് എന്ന് സ്ഥാപിക്കാൻ അവർക്കാവുന്നില്ല. അവരിപ്പോൾ പത്മകുമാറിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നോക്കി, യേശുന്നില്ല. വാസുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നോക്കി, യേശുന്നില്ല. പിന്നത്തെ വിധിന്യായം പരിശോധിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു വാക്ക് നിലവിലുള്ള ബോർഡിനെതിരായിട്ട്, നേരത്തെയുള്ള ദേവസ്വം ബോർഡിനെതിരായിട്ട്, നേരത്തെയുള്ള ഇവരെല്ലാം ആക്ഷേപിച്ച മന്ത്രിമാർക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞോ? അതൊന്നും പറയാതിരിക്കുമ്പോൾ തങ്ങൾ പറഞ്ഞതല്ല ശരി, തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ള ആർജവമല്ലേ ഇവിടെ കോൺഗ്രസ് കാണിക്കേണ്ടത്? ഇവിടെ തുറന്ന മനസ്സോടെ എന്ത് അന്യായം ഉണ്ടായാലും ആ അന്യായം അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നും അന്യായക്കാർ ആരായാലും അവരെ രക്ഷിക്കില്ലെന്നും അവരെ യഥാവിധി ശിക്ഷിക്കുമെന്ന് പറഞ്ഞൊരു ഗവൺമെന്റിനെ കൂടെ നിൽക്കുകയല്ലേ അവർ ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് അവരുടെ രാഷ്ട്രീയ ഒന്നാണ് ഇന്നത്തെ വിധിന്യായം എന്നുള്ളത്. അതാണ് അവർക്ക് അവരാകെ എന്തോ കിട്ടിപ്പോയി എന്നുള്ളത് കാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തത്. കിട്ടിപ്പോയില്ലെന്ന് മാത്രമല്ല അവർ പ്രതികളാകാൻ വേണ്ടി പോകുന്നു എന്നുള്ള ചിത്രമാണ് ഇന്ന് വന്നിരിക്കുന്ന കാര്യം. അപ്പൊ അത് അവർക്ക് ജാള്യത ഉണ്ടാക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അവരാരംഭിച്ചത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് വഴി LDFന് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കാൻ അയ്യപ്പനെ ഒരു വലിയ വിവാദ വിഷയമാക്കണമെന്നുള്ളതാണ്. അത് പൊളിയുന്നു. അയ്യപ്പ ഭക്തരും അതുപോലെ ജനങ്ങളും എല്ലാം തന്നെ ഈ ഗവൺമെന്റിനെ വിശ്വസിക്കുന്ന പോലെ ഹൈക്കോടതി ഉൾപ്പെടെ ഈ ഗവൺമെന്റിനെ വിശ്വസിക്കുന്ന ഒരു നില ഉണ്ടാവുന്നു എന്നുള്ളത് അവർക്ക് ഉണ്ടാക്കുന്ന ജാള്യത ചെറുതല്ല. യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ നടത്താൻ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതാണ് എന്നുള്ളതാണ്
എനിക്ക് പറയാനുള്ള കാര്യം. തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രകാശങ്ങൾ അത് പുകമറകൾ നീക്കുകയാണ്. അയ്യപ്പൻ്റെ അസുര നിഗ്രഹം അത് അവതാര ലക്ഷ്യമാണ്. അത് കൂടുതൽ ശക്തമായി പൂർത്തീകരിക്കും. പുകമറകൾ മാറി കൂടുതൽ ചൈതന്യത്തോടെ ഇതിലെ കല്ലും നെല്ലും തിരിയുക തന്നെ ചെയ്യും. കുറ്റവാളികളൊക്കെ കയ്യാമം വെക്കപ്പെടും. അവരൊക്കെ അഴികൾക്കുള്ളിൽ പോവുകയും ചെയ്യും. രാഷ്ട്രീയമായി ഇതിനെ നേട്ടമായി നോക്കി സുവർണാവസരം തേടിയവർ നിരാശരാകും. ഒരുപക്ഷെ ഇതുവരെയുള്ള ഈ ഘട്ടങ്ങളെ നിരീക്ഷിക്കുമ്പോൾ, ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാകുന്ന വസ്തുതകളാണതൊക്കെ. ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ പൂർണ്ണമാകുകയാണ്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.